Good morning, dear my students. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സോളിഡ് സ്റ്റേറ്റ് ആരംഭിച്ചു അല്ലേ? അതിൻ്റെ ഇൻട്രൊഡക്ഷൻ, കുറച്ച് കണ്ടന്റ് കൂടെ നമ്മൾ പഠിച്ചു. അതൊക്കെ കൊണ്ടുവന്ന് വായിച്ചിട്ടുണ്ടോ? അത് വായിക്കണം. എടുത്ത ഭാഗം വരെ വായിച്ചാൽ മതി. പിന്നീട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇൻ ടെക്സ്റ്റ് ചോദ്യങ്ങളും എക്സസൈസ്, ഏറ്റവും ഒടുവിൽ അധ്യായം തീർന്നിട്ട് ഒടുവിലുള്ള എക്സസൈസ്, അതിലെ ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഭാഗങ്ങളിൽ നമ്മൾ ഈ പഠിച്ചു പോകുന്നതിൽ നിന്നും ആ പോകുന്ന ഭാഗങ്ങൾക്കൊപ്പം തന്നെ നമ്മൾ കവർ ചെയ്തു പോകണം. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങൾ നന്നായി വായിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓൺലൈൻ ക്ലാസ്സാണ്. നിങ്ങൾക്ക് മുന്നിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ നോട്ട് നോക്കുക, നിങ്ങളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഓൺലൈൻ സിസ്റ്റമാണ്. നമുക്ക് ഒരു പർട്ടിക്കുലർ പീരീഡിൽ ഈ പോർഷൻ ഇങ്ങനെ കവർ ചെയ്ത് പോകണം. അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ പേപ്പറിൽ കുറിച്ചെടുത്ത കാര്യങ്ങൾ ക്ലാസ്സിന് ശേഷം ടെക്സ്റ്റ് എടുത്തിട്ട് വായിച്ച് അതിൽ ചോദ്യം എന്താണ്, അതിനുത്തരം നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളിൽ കിട്ടിയ എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കേണ്ടതാണ്. സിംപ്ലി നമ്മൾ ഓൺലൈൻ എന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്കോ അല്ലെങ്കിൽ സിസ്റ്റത്തിലേക്കോ വെറുതെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കൂടി വർക്ക് ചെയ്തേ നമുക്ക് ബെനിഫിറ്റ് കിട്ടും. അല്ലാതെ സിംപ്ലി ഹിയറിംഗ് എന്ന് പറയുന്നത് കൊണ്ട് ബ്രെയിന് അത്രയധികം വർക്ക് കിട്ടില്ല. വി ഹാവ് ടു വർക്ക് ഔട്ട് ഓൺ ദ പേപ്പർ, ദെൻ ഓൺലി വി വിൽ ഗെറ്റ് ദി റിസൾട്ട്. ഓക്കെ, നമുക്കിനി അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്ത എന്താണെന്ന് ചോദിച്ചാൽ സോളിഡിന്റെ ക്ലാസിഫിക്കേഷൻ തന്നെ. കഴിഞ്ഞ ക്ലാസ്സിൽ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ, അറേഞ്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സോളിഡുകളെ ക്ലാസിഫൈ ചെയ്യും. ഇന്ന് നമ്മൾ സോളിഡിനുള്ളിലെ കോൺസ്റ്റിറ്റ്യുവന്റുകൾ ആരൊക്കെയാണ്? കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയുമ്പോൾ തരികൾ, തന്മാത്രകൾ, ആറ്റങ്ങൾ, അയോണുകൾ. അത് ആരാണ്? ആറ്റങ്ങളാണോ, മോളിക്യൂളാണോ? ഒരു വിഭാഗം. രണ്ടാമത്തെ വിഭാഗം, അത്തരം ആറ്റങ്ങൾക്കും മോളിക്യൂളുകൾക്കും ഇടയിൽ നിലകൊള്ളുന്ന ഫോഴ്സ്, ബൈൻഡിങ് ഫോഴ്സ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ബന്ധിപ്പിച്ചു നിർത്തുന്ന ബന്ധന ബലങ്ങൾ, അട്രാക്റ്റീവ് ഫോഴ്സസ്. അത്തരത്തിൽ അട്രാക്റ്റീവ് ഫോഴ്സിന്റെ ബേസിൽ കോൺസ്റ്റിറ്റ്യുവന്റുകൾ ഏത് ഇനങ്ങളാണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് സോളിഡുകളെ പലതായി തിരിക്കാം. ഞാൻ ആദ്യം ഓരോന്ന് തിരിച്ച് സമയം കളയുന്നതിനേക്കാൾ ഓരോന്ന് അങ്ങോട്ട് പറയുക, ശരിയല്ലേ? അപ്പൊ നമുക്ക് ആദ്യ വിഭാഗം കാണാൻ എല്ലാവർക്കും വ്യക്തമായി? ആരും ഒന്നും കിട്ടുന്നില്ല. യെസ്, നോൺ പോളാർ എന്നാണ് ആദ്യ വിഭാഗം. നോൺ എന്ന് പറഞ്ഞാൽ ഇല്ല, പോളാർ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് നെഗറ്റീവ് എൻഡുകളില്ല. ഓർമ്മ വരുന്നു, കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ. കഴിഞ്ഞ വർഷം ഡൈപോൾ മൊമെന്റ് HCl, HF, one end is slight negative, other end slight positive, so they can attract the adjacent molecules with their opposite poles. ശരിയല്ലേ? ഓർമ്മ വരുന്നുണ്ടാ? ചാപ്റ്ററിലേക്ക് പോയോ? അതിൽ ചിത്രങ്ങളൊക്കെ മനസ്സിൽ ഓർമ്മ വന്നു? യെസ്, ദാറ്റ്സ് ഇനഫ്. അപ്പോൾ നോൺ പോളാർ സോളിഡ്സ് എന്നാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ആദ്യ വിഭാഗം. നോൺ പോളാർ സോളിഡിലെ കോൺസ്റ്റിറ്റ്യുവൻസ് ആരാണ് സാർ? വാട്ട് ടൈപ്പ് ഓഫ് കോൺസ്റ്റിറ്റ്യുവൻസ് ആർ ദേർ ഇൻ നോൺ പോളാർ സോളിഡ്സ്? നോൺ പോളാർ സോളിഡിൽ കാണുന്ന ഘടകതരികൾ, അതിനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ കോൺസ്റ്റിറ്റ്യുവൻസ് എന്ന് പറയും. നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തരികൾ, സോളിഡിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ചെറു തരികൾ. ഇവിടെ അത് മോളിക്യൂൾസ് എന്ന് പറയും, തന്മാത്രകൾ എന്ന് പറയും. അടുത്തത് അട്രാക്റ്റീവ് ഫോഴ്സസ്. ആ മോളിക്യൂളുകൾക്കിടയിൽ എന്ത് ഫോഴ്സ് ആണ് നിലകൊള്ളുന്നത്? ഡിസ്പെർഷൻ. അപ്പൊ നമ്മൾ ഇങ്ങനെ ടാബുലർ ഫോമിൽ പഠിക്കുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാൻ താല്പര്യം ഉണ്ടാകുന്നു മാത്രമല്ല, ഇത് പാരഗ്രാഫ് വൈസിൽ നമ്മൾ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് വായിക്കാനുള്ള മാനസികമായ താല്പര്യം എന്തുവാ എന്നുള്ളത്. മറിച്ച് നമ്മൾ തരംതിരിച്ച് എഴുതുമ്പോൾ ആദ്യ വിഭാഗം എന്ത്, ആ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന അടുത്ത വിഭാഗം ആരാണ്, അവരുടെ പ്രത്യേകത എന്ത് എന്നിങ്ങനെ ഓർഡറായിട്ട് എഴുതി വെക്കുകയാണെങ്കിൽ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിക്കും, നമ്മുടെ മനസ്സിൽ ആശയം കിടക്കുകയും ചെയ്യും. ഇക്കാരണത്താൽ ഞാൻ ക്ലാസ്സിന് മുമ്പ് എന്ത് ചെയ്തു, അതിനെ കാറ്റഗറൈസ് ചെയ്ത് ടാബുലാർ ഫോമിലേക്ക് എഴുതിയിട്ടു. ഇതിനു വേണ്ടി സമയം കളയണ്ട,
ഇത് എത്ര സമയം കളയാനില്ല, ഓൺലൈനാണ്. സോ നോൺ പോളാർ സോളിഡിനുള്ളിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് ഏതാണെന്ന് ചോദിച്ചാൽ മോളിക്യൂൾസ്. അവയ്ക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് ഏതെന്ന് ചോദിച്ചപ്പോൾ ഡിസ്പേർഷൻ. ഡിസ്പേർഷൻ എന്ന് കേട്ടപ്പോൾ പലരുടെയും നെറ്റി ചുളിയുന്നു. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ കേട്ടിട്ടുണ്ടോ? യെസ്. എവിടെ? ഫസ്റ്റ് ഇയറിൽ. അവിടെ നിങ്ങൾ ആദ്യ ഭാഗത്ത് ഇത്തരം ഫോഴ്സ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് ആ സമയത്ത് ഞങ്ങൾ എന്തൊക്കെയൊന്ന് പഠിച്ച് എടുത്തു. പക്ഷെ ഇപ്പൊ അതിന്റെ ശരിക്കുള്ള ആശയം കിട്ടുന്നില്ല. കാരണം കുറച്ചുകൂടി സെക്കൻഡ് ഇയർ ആയപ്പോൾ കുറച്ചുകൂടി മെച്യൂരിറ്റി ആയി. അപ്പൊ കഴിഞ്ഞ വർഷത്തേക്കാൾ ജീവിതത്തെ കുറിച്ചുള്ള ഗൗരവമായി. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ്. കഴിഞ്ഞ വർഷം സബ് കോൺഷ്യസ് അല്ല, കോൺഷ്യസ് ആയിരുന്നു. ശരി, കോൺസെൻട്രേറ്റഡ് ആയി. കോൺഷ്യസ് ലെവൽ കീപ്പ് ചെയ്തുകൊണ്ട് സംതിങ് മോർ കോൺസെൻട്രേറ്റഡ്. മോർ കോൺസെൻട്രേറ്റഡ് ആയില്ല. അത് എക്സാമിനേഷൻ അടുക്കുമ്പോഴായി. അമ്മ കറക്റ്റ് അസുഖമോ? അപ്പോൾ നമ്മൾ കുറച്ചുകൂടി കോൺഷ്യസ് ആയതുകൊണ്ടാണ് അറിയാനുള്ള ആഗ്രഹം. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവർക്ക് ഡിസ്കഷൻ ചെയ്തിട്ടില്ല. സിമ്പിൾ. ആറ്റങ്ങൾ ന്യൂട്രൽ ആണെന്ന് അറിയാമല്ലോ. അറിയാം. അതേത് അധ്യായം ഓർമ്മിപ്പിക്കണോ? ആറ്റമിക് സ്ട്രക്ചർ. ഓക്കെ ഓക്കെ ഓക്കെ, ഇനഫ്. അറ്റോമിക് ഘടന. അറ്റോമിക ഘടന എന്ന അധ്യായത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് സെയിം നമ്പർ ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് പ്രോട്ടോൺസ്. എത്ര ഇലക്ട്രോൺ ഉണ്ടോ അത്രയും പ്രോട്ടോൺ. ഇലക്ട്രോണിന് നെഗറ്റീവ്, പ്രോട്ടോണിന് പോസിറ്റീവ്. അപ്പൊ എണ്ണം കൊണ്ട് തുല്യം, ചാർജ് കൊണ്ട് ഓപ്പോസിറ്റ്, നള്ളിഫൈ ചെയ്തു പോകും. ആറ്റം ഈസ് ഇലക്ട്രിക്കലി ന്യൂട്രൽ. പക്ഷെ ഇവിടെ ഈ ഡിസ്പേർഷൻ വന്നത് അവിടെയാണ് നമുക്കിനി മനസ്സിലാക്കേണ്ടത്. ആറ്റം ഇലക്ട്രിക്കലി ന്യൂട്രൽ, മോളിക്യൂളോ ഇലക്ട്രിക്കലി ന്യൂട്രൽ. ഓക്കെ, അങ്ങനെ ഇലക്ട്രിക്കലി ന്യൂട്രലായ രണ്ട് ആറ്റങ്ങളോ മോളിക്യൂളുകളോ അടുത്തടുത്തടുത്ത് വരുമ്പോൾ ക്ലോസ് വിസിനിറ്റി എന്ന് പറയും. അങ്ങനെ ഏറ്റവും അടുത്ത് വരുമ്പോൾ അവയുടെ രണ്ടുപേരുടെയും കയ്യിലുള്ള ഇലക്ട്രോണുകളുടെ യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ കൊണ്ട് ശാന്തമായി കിടക്കുകയാണ്. നിശ്ചലമായ ജലാശയത്തിൽ ഞാനൊരു കല്ലിട്ട് അതിനെങ്ങനെ ഡിസ്റ്റർബ് ചെയ്യിക്കുന്നത് പോലെ ഇവരടുത്ത് വന്നപ്പോൾ അവരുടെ പക്കലുള്ള, അവരുടെ ഉള്ളിലുള്ള യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രോൺസ് ഡിസ്റ്റർബ് ആയി. അത് നഷ്ടപ്പെട്ടു. അങ്ങനെ വരുമ്പോൾ ഇലക്ട്രോണുകളുടെ ഇലക്ട്രിക് ഫീൽഡ് ആണെന്ന് അറിയാം. നെഗറ്റീവ് ചാർജ്. പ്രോട്ടോണുകളുടെ പോസിറ്റീവ് ചാർജ് എന്നറിയാം. അപ്പോൾ ഒരാറ്റത്തിലെ ഇലക്ട്രോണിന്റെ ഡിസ്ട്രിബ്യൂഷൻ മാറി ഒരു ദിക്കിലേക്കും അടുത്ത ദിക്കിലേക്കും മാറുമ്പോൾ അവയുടെ ഓപ്പോസിറ്റ് ഫീൽഡുകൾ കൊണ്ട് അവയ്ക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അട്രാക്ട് ചെയ്യാൻ കഴിയും. ഇത്തരം വീക്ക് ഫോഴ്സുകൾക്ക് പറയുന്ന പേരാണ് ഡിസ്പേർഷൻ ഫോഴ്സ്. അല്ലെങ്കിൽ ഫ്രിറ്റ്സ് ലണ്ടൻ എന്നൊരു സയന്റിസ്റ്റ് കേട്ടിട്ടുണ്ടോ? അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഫ്രിറ്റ്സ് FRITZLONDON. ഫ്രിറ്റ്സ് ലണ്ടൻ കണ്ടെത്തിയതിനാൽ അദ്ദേഹത്തിന്റെ പേര് കൂടി ചേർത്ത് ലണ്ടൻ ഫോഴ്സ് എന്നോ ലണ്ടൻ ഡിസ്പേർഷൻ ഫോഴ്സ് എന്നോ വിശേഷിപ്പിക്കാം. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലായല്ലോ. മോളിക്യൂളുകൾക്കിടയിലെ ഫോഴ്സ് ഏതാണ്? ഡിസ്പേർഷൻ ഫോഴ്സ്. അത് കേൾക്കുമ്പോൾ മനസ്സിൽ വരും, രണ്ട് മോളിക്യൂൾ അടുത്ത് വരുന്നു, ഇലക്ട്രോണുകളുടെ ഡിസ്ട്രിബ്യൂഷൻ, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ നഷ്ടപ്പെടുന്നു. തൽഫലമായി അവയുടെ വിപരീത വൈദ്യുത മണ്ഡലങ്ങൾ ഇലക്ട്രിക് ആൻഡ് നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഫീൽഡ് കൊണ്ട് എന്ത് ചെയ്യുന്നു? പക്ഷെ അത് വീക്ക് ഫോഴ്സ് ആണ്. കാരണം ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ്, ഒരു ക്ലോസ് വിസിനിറ്റി മാത്രമേ അതെന്ത് ചെയ്യുകയുള്ളൂ. സോ ദാറ്റ് ഫോഴ്സ് ഈസ് വീക്ക് ഫിസിക്കൽ ഫോഴ്സ്. അതിന് എക്സാമ്പിൾ ചോദിച്ചാൽ ആർഗൺ. ഏതാണ്? ആർഗൺ. മറ്റ് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ക്ലോറിൻ, അയോഡിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഏതൊക്കെയാണവ? ആർഗൺ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്, അയോഡിൻ ഉണ്ട്, കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഔട്ട് ഓഫ് ദി ഫോളോയിങ് which one is not polar? A H2O, B HCl, C CO2, D none of these. ഉത്തരം പറഞ്ഞോ മനസ്സിൽ? ഏതാ? കേൾക്കാൻ വയ്യ, ഉറക്കെ. കാർബൺ ഡൈ ഓക്സൈഡ്. കറക്റ്റ്. അപ്പോൾ ആർഗൺ, ക്ലോറിൻ, അയോഡിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. ആ പ്രത്യേകതയെ പഠിച്ചേ. അടുത്ത നമ്മൾ നോക്കുമ്പോൾ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയും. ഹാർഡാണോ, ബ്രിട്ടിലാണോ, പൊടിയുന്നതാണോ, കട്ടി കൂടിയതാണോ, മൃദുത്വമുള്ളതാണോ, സോഫ്റ്റ് ആണോ, ഇതൊക്കെയാണ് ഫിസിക്കൽ പ്രോപ്പർട്ടി പറയുന്നത്. ഇവിടെ ഇതാണ് സോഫ്റ്റ് ആണ്. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുമെന്ന് വെച്ചാൽ അങ്ങനെ ഒറ്റ വാക്ക് എന്താണ്? ഇൻസുലേറ്റർ. അപ്പോൾ ഇൻസുലേറ്റർ ആണ്. മെൽറ്റിംഗ് പോയിന്റ് ആണെങ്കിൽ
വെരി ലോ. മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? വെരി ലോ ആണ്. അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു വരാം. നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ്, മോളിക്യൂൾസ്, ഡിസ്പെർഷൻ, ആർഗൺ, ക്ലോറിൻ, അയോഡിൻ, carbon dioxide, soft, insulator, very low. പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതിൽ യുക്തിപരമായി ചിന്തിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഒരു സയന്റിസ്റ്റ് ഒക്കെയാണ്. എന്താണ് അത് കാരണം? അതായത് നമുക്ക് 3 കാര്യങ്ങളുണ്ടെങ്കിൽ നല്ലൊരു സയന്റിസ്റ്റ് ആകാൻ പറ്റും. ഒന്ന് എക്സ്പീരിയൻസ്, ഒബ്സർവേഷൻ, വെറും ഒബ്സർവേഷൻ അല്ല, എക്സ്പെരിമെന്റേഷൻ, വെറും എക്സ്പെരിമെന്റേഷൻ അല്ല, ഇഫക്റ്റീവ് ഒബ്സർവേഷൻ, ഫലവത്താകുന്ന ഒബ്സർവേഷൻ ആയിരിക്കണം. ഇഫക്റ്റീവ് എക്സ്പീരിയൻസ്, നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷെ അതിൽ നിന്ന് നമ്മളൊന്നും പഠിച്ചിട്ടില്ലെങ്കിൽ നോ യൂസ്. ഇഫക്റ്റീവ് എക്സ്പെരിമെന്റേഷൻ, എക്സ്പെരിമെന്റ് ചെയ്യാം, റിസൾട്ടും കിട്ടും, പക്ഷെ അത് ഇഫക്റ്റീവ് ആയിരിക്കണം. അങ്ങനെയുള്ളവരാണ് സയന്റിസ്റ്റുകൾ. സയൻസ് തന്നെയല്ലേ? സയൻസ് ഈസ് ദ സിസ്റ്റമാറ്റൈസ്ഡ് നോളജ് gained by human observation, experience and experimentation. കാരണം നമ്മുടെ ഈ 3 അനുഭവങ്ങളാണ് നമ്മളെ ഒരു കാര്യം കണ്ടുപിടിക്കുവാൻ, കണ്ടെത്തുവാൻ ഒക്കെ സഹായിക്കുന്നത്. അപ്പൊ ഇവിടെ അത്തരം ഒരു കുട്ടി എന്നോട് ചോദ്യം ചോദിച്ചു, സർ, എന്തുകൊണ്ട് നോൺ പോളാർ സോളിഡ് സോഫ്റ്റായി, ഇൻസുലേറ്ററായി, വെരി ലോ ആയി, എന്തുകൊണ്ട് ഹാർഡ് ആയില്ല, എന്തുകൊണ്ട് ഇലക്ട്രിക്കൽ കണ്ടക്ടർ ആയില്ല, എന്തുകൊണ്ട് ഹൈ ആയില്ല, വെരി ഹൈ ആയില്ല? ശരിയല്ലേ? ഉത്തരം ഒറ്റ വാക്ക്, ഡിസ്പെർഷൻ ഫോഴ്സ്. അതിന് പ്രത്യേകത സാർ, ഇറ്റ് ഈസ് വെരി വീക്ക്. വീക്കായ ഫോഴ്സ് ആണ്. മോളിക്യൂളുകൾ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ശക്തി അത്ര സ്ട്രോങ് അല്ല എങ്കിൽ സോഫ്റ്റായി മാറും. ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ്, നിങ്ങൾക്ക് കൂട്ടുകാരുണ്ട്, നിങ്ങൾ തമ്മിലുള്ള ആ സൗഹൃദ ബന്ധം ശക്തമല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് വിശ്വസിച്ച് ആ വീക്ക് ഫോഴ്സ് കൊണ്ട് എന്ത് ചെയ്യും? 2 ദിക്കിലേക്ക് പോകാറില്ലേ? എന്നതുപോലെ ഇവിടെ ഡിസ്പെർഷൻ ഫോഴ്സ് വീക്ക് ഫിസിക്കൽ ഫോഴ്സ് ആണ്. മോളിക്യൂളിനെ സ്ട്രോങ് ആയിട്ട് ബൈൻഡ് ചെയ്യുന്നില്ല. ഇക്കാരണത്താൽ അവ സോഫ്റ്റ്നെസ് കാണിക്കുന്നു. ഇൻസുലേറ്റർ കറണ്ട് കടത്തിവിടത്തില്ല. മോളിക്യൂൾസും ആറ്റംസും ഒക്കെ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ്. അതിൽ ഇലക്ട്രോണുകളൊന്നും അധികമായിട്ടില്ല. അവയ്ക്ക് നെഗറ്റീവ് ചാർജ് ഒന്നുമില്ല. കാരണം ഇലക്ട്രോൺ അധികമാണെങ്കിലല്ലേ നെഗറ്റീവ് ചാർജ് വരും. എക്സസ് പ്രോട്ടോണുകളുമില്ല, അധികമായി പ്രോട്ടോണുകളുമില്ല. ഇക്കാരണത്താൽ സ്വതന്ത്ര ഇലക്ട്രോണുകളോ മറ്റ് ചാർജുകളോ ഇവയിൽ ഇല്ലാത്തതിനാൽ അവയ്ക്ക് കറണ്ട് കടത്തിവിടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇൻസുലേറ്റർ. സാർ, മെൽറ്റിംഗ് പോയിന്റ് എന്തുകൊണ്ടാണ് വെരി ലോ ആയത്? മെൽറ്റിംഗ് പോയിന്റ് വെരി ലോ ആകാൻ കാരണം ഡിസ്പെർഷൻ ഫോഴ്സ്. അതെന്താ സാർ? വീക്ക് ഫിസിക്കൽ ഫോഴ്സ്. മോളിക്യൂളിനെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ശക്തി വീക്കാണ്. അപ്പൊ വീക്ക് ഫിസിക്കൽ ഫോഴ്സ് ആകുമ്പോൾ ചെറിയ ടെമ്പറേച്ചർ കിട്ടിയാൽ മതി, ഒന്ന് ചെറുതായിട്ട് ചൂടാക്കിയാൽ മതി, എന്തായി പോകും? അതുകൊണ്ടൊക്കെ അല്ലേ പെട്രോൾ പെട്ടെന്ന് തീ പിടിക്കുന്നത്. നമ്മൾ പെട്രോൾ പമ്പിലേക്ക് ഒരു ചെറിയ തീപ്പെട്ടി അങ്ങനെ ഉരച്ചുകൊണ്ട് ചെന്നാൽ എന്താ അവസ്ഥ എന്നറിയാമോ? അറിയാം. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് നോൺ പോളാർ സോളിഡുകളിൽ മോളിക്യൂളുകൾക്കിടയിൽ ഉള്ള ഫോഴ്സ് വീക്കാണ്. ആ വീക്ക് ഫോഴ്സ് ആണ് ഡിസ്പെർഷൻ ഓർ ലണ്ടൻ ഫോഴ്സ്. തൽഫലമായി അവ സോഫ്റ്റ് ആയി മാറുന്നു. കൂടാതെ ചെറിയ ടെമ്പറേച്ചർ കിട്ടിയാൽ പെട്ടെന്ന് അത് ഉരുകും. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് ഉരുകുന്നു, പെട്ടെന്ന് ഉരുകുന്നു. അതുകൊണ്ടാണ് മെൽറ്റിംഗ് പോയിന്റ് വെരി ലോ. ഫസ്റ്റ് വൺ പഠിച്ചു കഴിഞ്ഞു. എക്സാമിന് ചോദ്യം ഇങ്ങനെ വരാം. ചോദ്യം 1, what type of constituents are there in non-polar molecular solids? ഉത്തരം നിങ്ങൾ പറഞ്ഞു. അതെ, molecules. What type of forces are existing between the molecules in non-polar solids? Dispersion or London force. Suggest, നിർദ്ദേശിക്കുക. Some examples for non-polar solids. സം എന്ന് ചോദിക്കാറില്ല, കാരണം ക്വാണ്ടിറ്റി ഉണ്ട്, മാർക്കാണ് ക്വാണ്ടിറ്റി. നിങ്ങൾ എഴുതുന്ന പോയിന്റുകൾക്കാണ്, അതാണ് ഇവാലുവേഷൻ പോയിന്റ്.
അത് 2 മാർക്ക് ചോദ്യമാണെങ്കിൽ റൈറ്റ് എനി 4 എക്സാമ്പിൾ എന്ന് ചോദിക്കും. എത്ര എണ്ണമാ? 4 എണ്ണം. അപ്പോൾ ഓരോന്നിനും എത്രയായിരിക്കും ഇവാലുവേഷൻ പോയിന്റ് കൊടുക്കേണ്ടത്? ഹാഫ്. റൈറ്റ് എനി 2 ആണെങ്കിൽ അവർ ഹാഫ് 1 മാർക്ക്. നമ്മളിവിടെ 4 എണ്ണം പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്കിന്റെ സ്കീം 1 2 3 4 5. അപ്പൊ അതിൽ 3 മാർക്ക് റയർ ആണ്. 1 2 4. പിന്നെ ലാസ്റ്റ് ഒരു ലാർജ് ടൈപ്പ് എന്ന് പറയാനില്ല, പോയിന്റുകൾ എഴുതിയാൽ മതി. നമുക്ക് എസ് എ പോലൊന്നും എഴുതണ്ട, നമുക്ക് കോൺസെപ്റ്റ് ആണ് ആവശ്യം. ആപ്റ്റ് പോയിന്റ് എഴുതിയാൽ മതി. അതുകൊണ്ട് അവിടെ ഡിസ്ട്രിബ്യൂഷൻ നടത്തും. 5നെ പലതായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. 1 1 അല്ലെങ്കിൽ 2 2 1, അപ്പൊ 5 ആയില്ലേ? അല്ലെങ്കിൽ 1 1 അടുത്ത 3 3 + 2 5 ആയില്ലേ? അപ്പോൾ ഇവിടെ എക്സാമിൽ ചോദിച്ചാൽ ആർഗൺ, ക്ലോറിൻ, അയോഡിൻ, കാർബൺ ഡൈ ഓക്സൈഡ്. നോൺ പോളാർ മോളിക്കുലർ സോളിഡ്സ് ആർ ജനറലി സോഫ്റ്റ്. ഗിവ് റീസൺ. നോൺ പോളാർ മോളിക്കുലർ സോളിഡുകൾ പൊതുവെ സോഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഉത്തരം എന്ന് പറയും ദിസ് ഈസ് ബിക്കോസ് they are not hard. വെരി ഗുഡ്. അതാണോ ശരി? സോഫ്റ്റിന്റെ മീനിങ് അല്ലല്ലോ ചോദിച്ചത് സയൻസ്. കെമിസ്ട്രിയിൽ ചോദിച്ചിരിക്കുന്നത് സോഫ്റ്റിന് കാരണം എന്തെന്നാണ്. കുട്ടി എന്ത് പറഞ്ഞു? രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞു ദേ ആർ നോട്ട് ഹാർഡ്. പക്ഷെ അത് ഉത്തരവല്ല. നമുക്ക് വേണ്ടത് എക്സാക്ട് ആൻസർ ആണ് വേണ്ടത്. ദിസ് ഈസ്, പറഞ്ഞോളൂ, നിങ്ങളുടെ മനസ്സിൽ പറഞ്ഞുകൂടാൻ കഴിഞ്ഞു. ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വീക്ക് ഫിസിക്കൽ ഫോഴ്സ്, dispersion or London force. Insulator. Why is it insulator? Because it does not conduct electricity. അത് ആൻസർ അല്ല. നമുക്ക് സയൻസ് ആണ് വേണ്ടത്. കെമിസ്ട്രിയിലെ ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നമുക്ക് വേണ്ടത്. This is due to the absence of free electrons, negative or positive charges. Because in non-polar molecular solids, constituents are either atoms or molecules. They are all electrically neutral. അവ ഇലക്ട്രിക്കലി ന്യൂട്രൽ. പിന്നെ അവരെങ്ങനെ ഇലക്ട്രോൺ വരുന്നത്? എങ്ങനെ അവയ്ക്ക് നെഗറ്റീവ് വരും? എങ്ങനെ പോസിറ്റീവ് വരും? ഇത്തരം സാഹചര്യം ഉണ്ടെങ്കിലല്ലേ കറണ്ട് കടത്തിവിടാൻ പറ്റൂ. ഒന്നുകിൽ അധികം പറ്റായിട്ട് ഇലക്ട്രോൺ വേണം. മാത്രവുമല്ല അവയ്ക്ക് ചലന സ്വാതന്ത്ര്യം വേണം. അധികം ഇലക്ട്രോൺ എന്നുള്ളതല്ല, ഫ്രീ ഇലക്ട്രോൺസ്. അതുപോലെ തന്നെ മറ്റൊന്ന്, അധികമായിട്ടുള്ള ഇലക്ട്രോൺ എടുക്കുകയാണ് നെഗറ്റീവ് ചാർജ്. നെഗറ്റീവ് ചാർജ് ആകണം അല്ലെങ്കിൽ പോസിറ്റീവ് ചാർജ് ആകണം. അപ്പോൾ മൊബിലിറ്റിയുള്ള ഇലക്ട്രോണുകളോ ചലനാത്മകതയുള്ള ഡൈനമിക് നേച്ചറുള്ള മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള നെഗറ്റീവ് പോസിറ്റീവ് ചാർജുകളോ ഉള്ളതായിരിക്കണം. അതൊന്നും അല്ല. സോ ഫസ്റ്റ് പാർട്ട് ഈസ് ഓവർ. ഇതുപോലെ നിങ്ങൾ വീട്ടിൽ പഠിക്കുമ്പോൾ യു ഷുഡ് കൺസിഡർ യു ആർ എ ടീച്ചർ. സോ പഠനം ഒരു ബോറായിട്ട് തോന്നില്ല. നിങ്ങൾ സങ്കല്പിക്കൂ നിങ്ങളൊരു ടീച്ചറാണ്. നിങ്ങളൊരു സ്റ്റുഡൻറ്റിനെ എങ്ങനെ പഠിപ്പിക്കുന്നു എന്നുള്ളത് ജസ്റ്റ് പ്രിറ്റൻഡ് ചെയ്യുക, അഭിനയിക്കുക. നിങ്ങൾ പേപ്പർ എടുക്കുന്നു. അപ്പോൾ ടീച്ചർ എന്ന് പറയുമ്പോഴത്തേന് ആ ഒരു ഗൗരവമൊക്കെ മനസ്സിൽ വരും. ആ ഗമയും ഗൗരവവും. അപ്പോൾ നമുക്ക് ശ്രദ്ധ വരും. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ പറയും. ആ കാര്യങ്ങൾ കുറിക്കുന്നു. നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ പറയുന്നു, അതിൻ്റെ ഉത്തരങ്ങൾ തന്നെ പറയുന്നു. എന്നിട്ട് അതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു പേപ്പറിലൊന്ന് എഴുതണം. അപ്പോഴേക്കും നമ്മുടെ കുട്ടിയായി. അപ്പൊ ഇങ്ങനെ നിങ്ങൾ മനസ്സുമായിട്ടൊരു സംവാദം നടത്തുന്ന ശീലമായിരിക്കണം പഠനം. അങ്ങനെയാകുമ്പോൾ പഠനം ഒരിക്കലും ബോറായി തോന്നില്ല. നിങ്ങൾ ആ സബ്ജക്റ്റിൽ പ്രഗത്ഭരായി മാറുകയും ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്തേക്ക് വരാം. പോളാർ മോളിക്കുലർ സോളിഡ്സ്. എന്താണ് ഈ പോളാർ? അറിയാം, കഴിഞ്ഞ വർഷം പഠിച്ചു. ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചറിൽ സ്ലൈറ്റ് നെഗറ്റീവ് പോസിറ്റീവ് ചാർജുള്ള എന്താണ് സാർ? യെസ്. എക്സാമ്പിൾ HCl. അതേ ഉള്ളൂ? അല്ല സാർ, HF, ഹൈഡ്രജൻ ഫ്ലൂറൈഡ്. വെരി ഗുഡ്. അപ്പോൾ സാർ ആട്ടോമാറ്റിക്കായിട്ട് വരും. മറ്റൊരു സാറാണെങ്കിൽ കുട്ടിയുടെ പേരെന്താ? ബിക്കോസ് നല്ല ബ്രൈറ്റ് സ്റ്റുഡൻ്റ് അല്ലോ. എന്തിനായിട്ടാണ് പറയുന്ന ആൻസർ ഇല്ലേ? അപ്പോൾ HCl, HF എന്നിങ്ങനെയുള്ള പോളാർ മോളിക്യൂളുകൾ, ഇത്തരം മോളിക്യൂളുകൾ അടങ്ങിയ സോളിഡുകളാണ് പോളാർ സോളിഡ്. പോളാർ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണടച്ച് പറയാം, അറിയില്ല. മോളിക്യൂൾസ് എന്ന് പറയാം. അപ്പൊ പോളാർ മോളിക്കുലർ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആകുന്നു മോളിക്യൂൾസ്. ഇനി ആ മോളിക്യൂളിനിടയിലെ ഫോഴ്സ് അല്ലേ സാർ പറയാൻ പോകുന്നത്? ഞങ്ങൾക്കറിയാം സാർ ഇനി എന്താ പറയാൻ പോകുന്നതെന്ന്. യെസ്,
ആ ധാരണ വേണം. അതാണ് ബാലൻസിങ്. There is a balance between the cerebral level of teacher and students. നമുക്ക് സെറിബ്രം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അല്ലേ? ആ സാറിന് അടുത്ത് എന്താ പറയാൻ പോകുന്നത് കുട്ടിയുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് മീൻസ് കുട്ടി ആ അധ്യാപകനോടൊപ്പം സഞ്ചരിക്കുന്നു. അധ്യാപകൻ എന്ത് പറയുന്നതിന്റെ കാര്യങ്ങൾ ഇങ്ങനെ ചികഞ്ഞ് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. അടുത്ത് അയാൾ എന്ത് പറയാൻ പോകുന്നു എന്നുള്ളത് കുട്ടി നിരീക്ഷിച്ചു കഴിഞ്ഞു. ഇവിടെ ഇപ്പോൾ നമ്മൾ ബോർഡിൽ എഴുതിയിട്ടത് കൂട്ടും. നിങ്ങൾ പറയും കണ്ടു, ചിലർ പറയും ആ കുട്ടി കണ്ടിട്ട് പറഞ്ഞല്ലേ. ഇത് ഞാൻ ബോർഡിൽ എഴുതിയില്ല, ഞാൻ ഓറൽ എക്സ്പ്ലനേഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് അടുത്ത സാറ് പറയുന്നത് നേച്ചർ ഓഫ് ഫോഴ്സ് ആണ്. കാരണം നേരത്തെ ആ ഒരു ശീലമുണ്ട്. അതുകൊണ്ട് നിങ്ങളിലെ കോമൺ സെൻസ് പറയും. നെക്സ്റ്റ് വൺ, ഡൈപോൾ ഇന്ററാക്ഷൻസ്. മോളിക്യൂളുകൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റൊന്നാണ് ഈ ഡൈപോൾ ഇന്ററാക്ഷൻസ്. അതും എവിടെയോ കേട്ടിട്ടുണ്ട്. എവിടെയാ? കഴിഞ്ഞ വർഷം ഫസ്റ്റ് ഇയർ ഹയർ സെക്കൻഡറി. ഏത് അധ്യായത്തിലാ? സ്റ്റേറ്റ്സ് ഓഫ് മാത്ത് ഉണ്ട്. എന്താണത്? അത് എന്താണെന്ന് ചോദിച്ചാൽ അന്ന് ഞങ്ങൾ നോക്കിയായിരുന്നു, ഇന്ന് ഞങ്ങൾക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ അത് പഠനമല്ലല്ലോ. സപ്പോസ് വെൻ യു വിൽ ബിക്കം എ ഡോക്ടർ. ഞാൻ MBBS പഠിക്കുന്ന സമയത്ത് എനിക്കത് അറിയാമായിരുന്നു, ഇപ്പോൾ അറിയില്ല എന്ന് പറയേണ്ട കാര്യമുണ്ട്. വാട്ട് വിൽ ബി ദ സ്റ്റേജ് ഓഫ് ദ പേഷ്യൻസ്? അതുകൊണ്ട് നമ്മളത് ഉറപ്പിച്ച് പഠിക്കണം. കൺഫർമേഷൻ ആയിരിക്കണം, കോൺഫിഡൻസ് ആയിരിക്കണം. നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ മനസ്സ് പറയണം, ഇതെനിക്കൊരു പ്രശ്നമില്ല, ഓക്കെ എന്ന് മനസ്സ് എപ്പോൾ പറയുന്നു. അല്ലാതെ അവിടെ നിന്ന് എഴുതേണ്ടത്. അതിനെ ചെയ്ത കാര്യത്തിൽ നിങ്ങൾ എൻ്റെ ജാഗ്രത കാണിക്കും. കാരണം എനിക്കിത് ഫിനിഷ് ചെയ്തിട്ട് പോകണമല്ലോ. അപ്പൊ അരമണിക്കൂർ പഠിച്ചാലും മതി, 1 മണിക്കൂർ പഠിച്ചാലും മതി. പഠിക്കുന്നത് എന്തായാലും അത് യൂസ്ഫുൾ ആക്കി മാറ്റണം. ചെയ്ത ജോലി അതിന് റിസൾട്ട് ഉണ്ടാകും. ആയതിനാൽ നമുക്ക് ഈ ഡൈപോൾ ഫോഴ്സ് ഒന്നുകൂടി ഒന്ന് ഓർക്കാം. കഴിഞ്ഞ വർഷത്തേക്കൊരു തിരിഞ്ഞു നോട്ടം. ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആറ്റം ന്യൂട്രൽ ആണെന്ന് പറഞ്ഞു. ഈ ആറ്റങ്ങൾക്ക് 2 പ്രത്യേകതകളുണ്ട്. ആറ്റം ന്യൂട്രൽ ആണ്, ഇലക്ട്രോണിന് പ്രോട്ടോണിന് എണ്ണം തുല്യമായതുകൊണ്ട്. ചില ആറ്റങ്ങൾക്ക് ഇലക്ട്രോൺ കൊടുക്കാനുള്ള പ്രവണതയും ചില ആറ്റങ്ങൾക്ക് വാങ്ങാനുള്ള പ്രവണതയുണ്ട്. സാർ ലഘുവായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞു. കൊടുക്കുന്നയാളുടെ കയ്യിൽ നിന്നും ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് എന്ത് ചാർജ് ആയിരിക്കും? പോസിറ്റീവ്. യെസ്. വാങ്ങുന്ന ആൾക്കോ നെഗറ്റീവ്. ചുരുക്കി പറഞ്ഞാൽ ആറ്റം ഇപ്പോൾ ആറ്റം അല്ല. എന്താണ് എൻ്റെ പേര്? അയോൺ. കറക്റ്റ്. ഇലക്ട്രോൺ നഷ്ടപ്പെട്ട ആറ്റവും ഇലക്ട്രോൺ നേടിയ ആറ്റത്തിനും പിന്നെ ന്യൂട്രൽ എന്ന് പറയാൻ പറ്റില്ല, അവയ്ക്ക് ചാർജ് ആക്കി കഴിഞ്ഞു. ചാർജുള്ള ആറ്റങ്ങൾക്ക് പറയുന്ന പേരാണ് അയോൺസ്. അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഈ കളയുക എന്നുള്ളതിന് ഇലക്ട്രോ പോസിറ്റിവിറ്റി, നേടുക ഇലക്ട്രോൺ നേടിയെടുക്കുന്നു അതിൻ്റെ പേര് പഠിച്ചിട്ടുണ്ട് ഇലക്ട്രോൺ ആക്ടിവിറ്റി. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പ്രത്യേകത ഇലക്ട്രോണുകൾക്ക് ചാഞ്ചാടി കളിക്കാൻ പറ്റും. അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് വരും. ഓക്കെ. HCl എന്ന മോളിക്യൂൾ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. അതാ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് എടുത്തിരിക്കുന്ന എക്സാമ്പിൾ, അതുകൊണ്ട് സാർ അത് തന്നെ എടുത്തത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയത് പറഞ്ഞു തരുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ ആശയബോധം ഉണ്ടാകും, പെട്ടെന്ന് കിട്ടും. ഹൈഡ്രജനും ക്ലോറിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ജോഡി ഇലക്ട്രോണുകൾ. ക്ലോറിന് ഒരു പ്രത്യേക ആവശ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, ഇലക്ട്രോണെ വാ, ഇങ്ങോട്ട് വാ എന്ന് വിളിക്കും. അല്ല, ക്ലോറിന് സൈസ് കുറവാണ്. ടെൻഡൻസി ടു അട്രാക്ട് ഇലക്ട്രോൺ. അത് ഇലക്ട്രോണെ അട്രാക്ട് ചെയ്യാൻ ഇഷ്ടം. അപ്പോൾ ക്ലോറിന് ഇങ്ങോട്ട് വിളിക്കുന്നു. ഹൈഡ്രജന്റെ ഇലക്ട്രോണുകൾ പോകും. അപ്പോൾ നമ്മളത് ഹൈഡ്രജനും ക്ലോറിനും ഇടയ്ക്കുള്ള പെയർ ഓഫ് ഇലക്ട്രോൺ എന്താണ്? ഞാനിപ്പോൾ നമ്മൾ പഠിച്ച മുകളിലത്തെ വായിക്കാം. പഠിച്ചത് ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പഠിച്ചതിൽ നിന്ന് ചോദിക്കും. മെമ്മറി റിട്ടൻഷൻ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയണം. മനസ്സിൽ കാര്യങ്ങളെ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുവാൻ എത്രത്തോളം കഴിവുണ്ടെന്ന് എനിക്കറിയണം. അതുകൊണ്ട് സൂക്ഷിക്കുക, വായിച്ചു മനസ്സിൽ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഹൈഡ്രജന്റെയും ക്ലോറിനും ഇടയ്ക്ക്, ഹൈഡ്രജനും ക്ലോറിനും ഇടയ്ക്ക് 1 പെയർ ഇലക്ട്രോൺ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. A pair of electron existing between hydrogen and chlorine. ശരിയാണ്. അപ്പൊ ഈ ക്ലോറിന്റെ പ്രത്യേകത എന്താ? ഈ 1 പെയർ ഇലക്ട്രോണിനെ അയാൾ അങ്ങോട്ടേക്ക് അട്രാക്ട് ചെയ്യുന്നു. ഇലക്ട്രോണെ വാ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ പെയർ ഓഫ് ഇലക്ട്രോൺ എതിലേക്ക് പോകും?
പാവം ഹൈഡ്രജൻ ഇലക്ട്രോൺ നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കും? ഇലക്ട്രോൺ നഷ്ടപ്പെട്ടതിന് പോസിറ്റീവ് ചാർജ്, കിട്ടിയതിന് നെഗറ്റീവ് ചാർജ്. പക്ഷെ ഇത് പെർഫെക്റ്റ് ചാർജ്, കംപ്ലീറ്റ് ചാർജ് അങ്ങനെ കൊടുക്കാൻ ഒക്കില്ല. സ്ലൈറ്റ് ചാർജ് ഉള്ളൂ. കാരണം പൂർണ്ണമായി പോകുന്നില്ല. ഒരു ചെറിയ ചരിവ് ക്ലോറിന്റെ ഭാഗത്തേക്ക്. ആർക്ക്? ഹൈഡ്രജൻ ഇലക്ട്രോണിന്. ആരുടെ പ്രേരണയാണ്? ക്ലോറിന്റെ പ്രേരണയാണ്. അപ്പൊ ചെറുതായിട്ട് ചരിയുന്നത് കൊണ്ട് നമുക്ക് ചെറിയ ചാർജ് ഒന്ന് കൊടുക്കാൻ പറഞ്ഞോളൂ, ഡെൽറ്റ പ്ലസ്. കറക്റ്റ്. അപ്പോൾ അവിടെ അതുപോലുള്ള ചാർജ് അല്ലേ കിട്ടൂ. ഇവിടുന്ന് ചരിയുന്നതിന്റെ ഇഫക്റ്റ് അല്ലേ അവിടെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഡെൽറ്റ നെഗറ്റീവ്. ഇങ്ങനെ സ്ലൈറ്റ് പോസിറ്റീവ് ആൻഡ് സ്ലൈറ്റ് നെഗറ്റീവ് എൻഡുകൾ അതിൽ ക്രിയേറ്റ് ചെയ്യും. ഇത്തരം സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് എൻഡുകളുള്ള മോളിക്യൂളുകൾക്ക് പറയുന്ന പേരാണ് പോളാർ മോളിക്യൂൾസ്. എന്തുപേര് പറയും? എന്തുപേര് പറയും? കേട്ടില്ല? യെസ്, പോളാർ മോളിക്യൂൾസ്. അങ്ങനെ രണ്ട് മോളിക്യൂളുകൾ അടുത്ത് വന്നു എന്നിരിക്കട്ടെ. സപ്പോസ് കൺസിഡർ such two adjacent molecules approach each other. What will happen? അവയുടെ ഓപ്പോസിറ്റ് പോളുകളുടെ അട്രാക്ട് ചെയ്യും. അവയുടെ ഓപ്പോസിറ്റ് പോൾ ഏതൊക്കെയാ? സ്ലൈറ്റ് നെഗറ്റീവും സ്ലൈറ്റ് പോസിറ്റീവ്. ഇതാണ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. ഡൈപോൾ എന്ന് പറഞ്ഞാൽ സ്ലൈറ്റ് പോസിറ്റീവ് സ്ലൈറ്റ് നെഗറ്റീവ്. മോളിക്യൂളുകളിൽ ഒരെൻഡിൽ നേരിയ പോസിറ്റീവും മറു എൻഡിൽ നേരിയ നെഗറ്റീവുമുള്ള മോളിക്യൂളാണ് ഡൈപോൾ. അങ്ങനെ രണ്ട് മോളിക്യൂൾ വന്ന് അട്രാക്ട് ചെയ്തതിനാൽ ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് എന്ന് പറയാം. ക്ലിയർ? അപ്പൊ ഇതാണ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ് എന്ന് പറയുന്നത്. അതിനാണ് എക്സാമ്പിൾ നമ്മൾ ആദ്യം എഴുതി HCl, SO2, NH3. അപ്പൊ ഇത്തരം ഗ്യാസുകൾ, HCl ഗ്യാസ് ആണ്, വെള്ളത്തിലേക്കും SO2 വെള്ളത്തിലേക്കും NH3 വെള്ളത്തിലേക്കും ഈ ഡൈപോൾ ഇഫക്റ്റ് വെള്ളത്തിലെ ഹൈഡ്രജൻ ബോണ്ടുമായിട്ടുള്ള ഇന്ററാക്ഷൻസ് ഇതൊക്കെ നമുക്ക് ഈ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറഞ്ഞൊരു പാർട്ട് വരുന്നുണ്ട്, പി ബ്ലോക്ക്. അപ്പൊ അതിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? HCl, SO2, NH3, ഹൈഡ്രജൻ ക്ലോറൈഡ്, സൾഫർ ഡയോക്സൈഡ്, അമോണിയ. അതും എന്താണ്? സോഫ്റ്റ്. അതും എന്താണ്? ഇൻസുലേറ്റർ. പക്ഷേ മെൽറ്റിംഗ് പോയിന്റ് ലോ ആണ്, വെരി ലോ അല്ല. അപ്പോൾ ഇനി പറയേണ്ടത് പോളാർ മോളിക്കുലാർ സോളിഡിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആരാണ്? മോളിക്യൂൾസ്. ആ മോളിക്യൂളുകൾക്കിടയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ വീക്ക് ഫിസിക്കൽ ഫോഴ്സ്, ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ്. അതിന് എക്സാമ്പിൾ ആയിട്ടുള്ള മോളിക്യൂളുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ HCl, SO2, NH3, ഹൈഡ്രജൻ ക്ലോറൈഡ്, സൾഫർ ഡയോക്സൈഡ്, അമോണിയ. പോളാർ മോളിക്കുലാർ സോളിഡുകൾ പൊതുവെ എന്താകുന്നു? സോഫ്റ്റ് ആകുന്നു. ഇലക്ട്രിക്കലി ഇൻസുലേറ്റർ, കറണ്ട് കടത്തി വിടത്തില്ല, കണ്ടക്ടിവിറ്റി ഇല്ല. മെൽറ്റിംഗ് പോയിന്റ് വെരി ലോ. അപ്പോൾ ഇനി ഞാൻ കഴിഞ്ഞതിൽ വ്യക്തമായി പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ ഉത്തരം നൽകും. അതാണ് നമ്മൾ പറയുന്നതിന്റെ കാര്യങ്ങളിലെ ക്രമം കൊടുത്താൽ കുട്ടികൾക്ക് അടുത്തേക്ക് പഠിച്ചു പോകാൻ സാധിക്കും. They can do that one, they can write. ഞാൻ ചോദ്യം ചോദിക്കുന്നു, പറയുമല്ലോ. Let me hope. Will you say answers? Okay. What type of constituents are there in polar molecular solids? Molecules, correct. What type of forces existing between the molecules of polar molecular solids? Dipole-dipole interaction, correct. Suggest an example for polar molecular solid. SO2, അടുത്തൊരു കുട്ടി HCl, മറ്റൊരു കുട്ടി NH3. ഓക്കെ. Give reason for the following. താഴെ കൊടുത്തിട്ടുള്ളവയ്ക്ക് കാരണങ്ങൾ പറയുക. എ, സ്മാൾ ലെറ്റർ എ കൊടുത്തിട്ട് അവിടെയാണ് നമ്മൾ സബ് ഡിവിഷൻ വരുന്നത്. മാർക്കിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് മാറ്റും. എ, സ്മാൾ ലെറ്റർ എ. Polar molecular solids are soft. B. Polar molecular solids are insulator. C. Polar molecular solids melt at low temperature.
റീസൺ പറയാമല്ലോ. സോഫ്റ്റ് കാരണം എന്താണ്? യെസ്, ദിസ് ഈസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് വീക്ക് ഫിസിക്കൽ ഫോഴ്സ് ഡൈപോൾ interactions in them. There are no free electrons or negative or positive charged species. Okay. അടുത്തതിന്റെയോ dipole interactions are very weak, so they require very low temperature for its melting. അപ്പോൾ അവയ്ക്ക് ഉരുകാനായിട്ട് കുറച്ച് ടെമ്പറേച്ചർ മതി. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കാറ്റഗറി പഠിച്ചു. ഞാനത് റബീയ. കാരണം നിങ്ങളിൽ മെമ്മറി പവർ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയണം. കേൾക്കുക മാത്രമല്ല വേണ്ടത്, മനസ്സിന്റെ കോണിൽ സൂക്ഷിച്ചു വെക്കുകയാണ്. കാരണം നമുക്കിനി 8-9 മാസം കഴിഞ്ഞാൽ നമുക്കത് എടുക്കേണ്ടതാണ്. എന്തിനു വേണ്ടി? വരുന്ന സെക്കൻഡ് ഇയർ ഹയർ സെക്കൻഡറി പരീക്ഷ അല്ലേ? അതിന്റെ മാർക്ക് ലിസ്റ്റിന് പ്രാധാന്യമുണ്ട്, അതിന്റെ മാർക്കുകൾക്ക് പ്രാധാന്യമുണ്ട്, ആ സർട്ടിഫിക്കറ്റുകൾക്ക് വിലയുണ്ട്. അത് കഴിഞ്ഞ് വേണം നമുക്ക് എവിടെ പോകാൻ? പ്രൊഫഷണൽ കോഴ്സിന് പോകാൻ. ആ ഒരു ഉത്തരവാദിത്വം ഗൗരവം മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഏത് അധ്യായം പഠിച്ചോട്ടെ, ഏത് സാറ് പഠിപ്പിച്ചോട്ടെ, ഏത് പീരീഡ് ആയിക്കോട്ടെ, ഏത് വിഷയമായിക്കോട്ടെ, എനിക്ക് എൻ്റെ ഭാഗ്യമാണ്. അത് ഉൾമനസ്സിൽ നിന്നും വന്ന് അതുകൊണ്ട് നമ്മൾ പഠിക്കും. അങ്ങനെ പഠിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നല്ല നേട്ടം കിട്ടും. അല്ലെങ്കിൽ വളരെ വലിയ കോട്ടമായിരിക്കും. യെസ്, ഹൈഡ്രജൻ ബോണ്ടഡ് ആണ് മൂന്നാമത്തെ കാറ്റഗറി. തേർഡ് കാറ്റഗറി ഈസ് ഏതാണ്? ഹൈഡ്രജൻ ബോണ്ടഡ്. ഹൈഡ്രജൻ ബോണ്ടിങ് കഴിഞ്ഞ വർഷം പഠിച്ചു അല്ലേ? ഈ ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്കുലർ സോളിഡും അതിലെ കോൺസ്റ്റിറ്റ്യൂവന്റും മോളിക്യൂൾസ് ആണ്. ഞാൻ അങ്ങനെ 2 വരെ കൊടുത്തിരിക്കണം. കഴിഞ്ഞതിലൊക്കെ 2 മോളിക്യൂൾസ് അല്ലേ എഴുതിയത്? മോളിക്യൂൾസ് ഏതിലാ? നോൺ പോളാർ. അടുത്തലേതാ? പോളാർ. അവിടെ മോളിക്യൂൾസ്. അതുകൊണ്ട് ഇവിടെ മോളിക്യൂൾസ് കൊടുത്തു. അതിലെ ബോണ്ടിങ് അല്ലെങ്കിൽ ബൈൻഡിങ് ഫോഴ്സ് അതല്ലെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് ചോദിച്ചാൽ എച്ച് ബോണ്ടിങ്, ഹൈഡ്രജൻ ബോണ്ടിങ്. എക്സാമ്പിൾ കഴിഞ്ഞ ദിവസം പഠിച്ചതുകൊണ്ട് അറിയാം. നിങ്ങൾ കഴിഞ്ഞ വർഷം ഏതിലാണ് പഠിച്ചത്? കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ. അതിലൊടുവിൽ ഏറ്റവും ഒടുവിൽ വരുന്നതാണ് ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് ആൻഡ് ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. ഓർമ്മ വരുന്നുണ്ടോ? ചിലതൊക്കെ ആവി തട്ടുമ്പോൾ, സ്റ്റീം തട്ടുമ്പോൾ വോളട്ടൈലാകും, ചിലതൊന്നും വോളട്ടൈലാകില്ല. ഓർമ്മ വരുന്നുണ്ടോ? ഓർത്തോ നൈട്രോഫീനോൾ ആൻഡ് പാരാ നൈട്രോഫീനോൾ. ഓർത്തോ നൈട്രോഫീനോൾ പെട്ടെന്ന് ആവിയായി പോകും, ചൂട് തട്ടിയാൽ മതി. പക്ഷെ അതുപോലെ പറ്റില്ലാണ്ട് പി നൈട്രോഫീനോൾ. അപ്പൊ സ്റ്റീം വോളട്ടൈൽ എന്നാണ് അവിടെ നിങ്ങൾ ആവി തട്ടുമ്പോൾ ഇങ്ങനെ അത് വേപ്പറൈസ് ചെയ്ത് പോകുന്നതിന് പറയുന്ന സ്റ്റീം തട്ടി വോളട്ടൈലാകുന്ന കോമ്പൗണ്ട് ആണ് ഓർത്തോ നൈട്രോഫീനോൾ. കാരണം അതിൽ ഏതാണുള്ളത്? ഇൻട്രാ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. പക്ഷെ പി നൈട്രോഫീനോളിന് പറ്റില്ല. എന്താ കാര്യം? അവയിൽ ഇൻട്രാ അല്ല, INTRA ഇൻട്രാ, ഇന്റർ മോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ്. അപ്പൊ അത് ജസ്റ്റ് നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങളെ ഒന്ന് നിങ്ങൾത്തിരിക്കുക. പള്ളിയകത്ത് വല്ല പൊടിയോ പൊട്ടോ കയറിയിരിക്കുകയാണെങ്കിൽ ഒന്ന് തുടച്ച് വൃത്തിയാക്കി തന്നതാണ്. ഓക്കെ. അപ്പൊ ഇവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് അതും നമുക്കെടുക്കാവുന്ന എക്സാമ്പിൾ ഐസ് വാട്ടർ. അതെ, കാരണം ഇത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഐസ് ഹാർഡാണോ സോഫ്റ്റ് ആണോ? ഹാർഡാണ്. ചില കുട്ടികൾ പറയാം, അയ്യോ എന്ത് സോഫ്റ്റ് ആയി തൊടുമ്പം തണുപ്പാണെങ്കിൽ നല്ലതല്ലേ. പക്ഷെ അതുകൊണ്ട് എറി കൊള്ളുക, അപ്പോൾ മനസ്സിലാകും ഹാർഡാണോ സോഫ്റ്റ് ആണോ. ഒരു വലിയ ഐസ് കട്ട എടുത്തിട്ട് ഒറ്റ എറി കൊടുക്കുക, നല്ല പെയിൻ അല്ലേ? യെസ്, അപ്പോൾ പറയും ഹാർഡാണ് എന്ന് പറയും. സോ ഐസ് H2O ഹാർഡ്. ഇൻസുലേറ്റർ ആണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇല്ല, പൂർ കണ്ടക്ടർ. കാരണം ന്യൂട്രൽ സ്പീഷീസ് with no free electrons. അപ്പോൾ ഒരു കുട്ടി എന്നോട് ഒരു സംശയം ചോദിച്ചു. ആ കുട്ടിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, കഴിഞ്ഞ വർഷം ഒക്കെ പഠിച്ചു വരുന്നതല്ലേ. സാർ, H2Oയിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഇലക്ട്രോൺ, ഫ്രീ ഇലക്ട്രോൺസിൽ എന്നാര് പറഞ്ഞു? ഞാൻ പറഞ്ഞു കുട്ടി കണ്ട ഇലക്ട്രോൺ ഒന്ന് പരിചയപ്പെടുത്തുമോ? യെസ്. അപ്പോൾ കുട്ടി കാണിച്ചു തന്നു. H2Oയിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺ ഉണ്ട്. H2 എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ കയ്യിലെ 2 ലോൺ പെയർ ഇലക്ട്രോൺ. ആ ഇലക്ട്രോൺ ഓക്സിജനകത്ത് പ്രോട്ടോണുമായിട്ട് നള്ളിഫൈ ചെയ്ത കാര്യം കുട്ടി മറന്നുപോയി. ആ ശരിയാണല്ലോ. കണ്ടോ, കെമിസ്ട്രിയുടെ ഒരു പ്രത്യേകത, ശരിയായ ധാരണ നമ്മുടെ മനസ്സിലില്ലെങ്കിൽ നമ്മളെ വഴിതെറ്റിക്കും. നമ്മൾ ഒരു കോൺസെപ്റ്റ് ഉണ്ടാകും, നമ്മളിലൊരു കോൺസെപ്റ്റ് ജനറേറ്റ് ചെയ്യും.
ശരിയായ കോൺസെപ്റ്റ് അതേ രീതിയിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിൽ വി വിൽ ക്രിയേറ്റ് ന്യൂ കോൺസെപ്റ്റ്. പക്ഷെ ആ കോൺസെപ്റ്റിന് ലോകത്തിന് വേണ്ട, ആർക്കും വേണ്ട. അപ്പൊ നമുക്ക് എന്താ പറ്റുക? നമ്മുടെ റിസൾട്ട് നെഗറ്റീവ് ആകും. സോ H2ലെ ഓക്സിജന്റെ കയ്യിൽ 2 ലോൺ പെയർ ഇലക്ട്രോൺ, ആൾറെഡി ഓക്സിജന്റെ പ്രോട്ടോണുമായിട്ട് എന്തായി പോയി? ന്യൂട്രലായി. പിന്നെ ഹൈഡ്രജന്റെ കാര്യം പറയേണ്ടിയില്ല. സോ യു ഗോട്ട്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ബോണ്ടഡ് മോളിക്യുലർ സോളിഡ് ആണ്. അത് ഇൻസുലേറ്റർ ആണ്. അതിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. ഫ്രീ ഇലക്ട്രോൺസ് ഇല്ല, നെഗറ്റീവ് പോസിറ്റീവ് അയോൺസ് ഇല്ല. പിന്നെ അവിടെ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? ലോ ആണ്. കാരണം ഈ പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഡിസ്പേർഷൻ ഫോഴ്സിനേക്കാൾ ഒരല്പം കൂടുതലാണ് ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷൻസ്. ഡൈപോൾ ഡൈപോൾ ഇന്ററാക്ഷനേക്കാൾ സ്വല്പം കൂടുതലാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അതിനാൽ മുകളിൽ പറഞ്ഞതിനേക്കാൾ ഇവർക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം? എനർജി വേണ്ടി വരും മെൽറ്റ് ചെയ്യുന്നതിന്. എങ്കിലും മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോൾ പൊതുവെ ലോ ആണ്. ലോ LOW. നെക്സ്റ്റ് അയണിക് സോളിഡ്സ്. അയണിക് സോളിഡ്സ് അറിയാമല്ലോ. സോഡിയം ക്ലോറൈഡ്. അയണിക് സോളിഡിന്റെ കോൺസ്റ്റിറ്റ്യൂവൻസ് ആരാണ് എന്ന് ചോദിച്ചാൽ അയോൺസ്. അയണിക് സോളിഡിന്റെ കോൺസ്റ്റിറ്റ്യൂവന്റ് ആരാണ്? അയോൺസ് ആണ്. പോസിറ്റീവ് നെഗറ്റീവ് അയോൺസ്. ആ അയോണുകൾക്കിടയിൽ ഫിസിക്സ് ടീച്ചർ അല്ലെങ്കിൽ ഫിസിക്സർ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ പഠിപ്പിക്കും. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. സ്റ്റേഷനറിയിൽ ഇരിക്കുന്ന, നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന ചാർജുകളുണ്ട്. ആ ചാർജുകൾക്കിടയിൽ സംജാതമാകുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഉണങ്ങി വരേണ്ട തലമുടിയിൽ നമ്മുടെ കോമ്പ് കൊണ്ട് നന്നായിട്ട് നമ്മൾ റബ്ബ് ചെയ്ത ശേഷം ചെറിയ പീസ് ഓഫ് പേപ്പേഴ്സ് അതിലേക്ക് കാണിക്കുകയാണെങ്കിൽ പീസ് ഓഫ് പേപ്പർ അട്രാക്ട് ചെയ്തതാണ്. എന്താ കാര്യം? ഇലക്ട്രോസ്റ്റാറ്റിക് ചാർജസ്. ധാരാളം അനുഭവങ്ങളുണ്ട്. നമ്മൾ അയൺ ചെയ്യുമ്പോൾ, വസ്ത്രങ്ങളിൽ ഇസ്ത്രി ഇടുമ്പോൾ ചില ഡ്രസ്സുകൾ നമ്മുടെ സ്കിന്നിലേക്ക് അട്രാക്ട് ചെയ്യും. കാരണം നമ്മുടെ സ്കിന്നിൽ ഹെയർ ഉണ്ട്. അപ്പോൾ വസ്ത്രത്തിലെയും ഹെയർ ലൈമുള്ള ചാർജുകളുടെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടാണ്. അല്ലാതെ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ല. വസ്ത്രത്തിൽ നമ്മളോടുള്ള ഇഷ്ടം കൊണ്ടല്ല വരുന്നത്. അതിലെ ചാർജിന്റെ പ്രത്യേകത കൊണ്ടാണ്. സോ ഇലക്ട്രോസ്റ്റാറ്റിക്. അപ്പൊ കൂളംബിക് ഫോഴ്സ് എന്ന് പറയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയാം. എക്സാമ്പിൾ ചോദിച്ചാൽ സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഫ്ലൂറൈഡ്. ഈ കാറ്റഗറി എല്ലാം അവയിൽ വരും. എക്സാമ്പിൾ അല്ല, നല്ല സ്പഷ്ടമായിട്ട് ഓർത്ത് വെച്ചേക്കണം. മാച്ച് ദി ഫോളോയിങ് എന്ന് പറഞ്ഞ ടൈപ്പ് വരാം. മെട്രിക്സ് എന്നൊക്കെ പറയും. IITയിലും മിക്ക എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനും അതൊരു പതിവായ ചോദ്യമാണ്. പണ്ട് ഞങ്ങൾ പറയും താരതമ്യം ചെയ്തെഴുതുക എന്നൊക്കെ പറഞ്ഞ് എഴുതും. അപ്പോൾ ചില കുട്ടികൾ ചെയ്യുന്ന കാര്യമുണ്ട്, ഒരു വരയിടിയിലുണ്ട്. ഓർഡിനറി വഴി തെറ്റായ മാർഗമാണ്. ഒരിക്കലും അത് സ്വീകാര്യമല്ല. അതിനല്ല നമ്മൾ പഠിക്കുന്നത്. നമ്മൾ എടുത്തെഴുതണം, ഇത് ഇന്നത്, അതിന് കാരണം ഇന്നത്. സോ വി ക്യാൻ സേ ഹിയർ. ഇവിടെ മറ്റൊരു പ്രത്യേകത, ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് ഓൺലൈൻ ട്യൂഷൻ എടുക്കുന്നത്. ഒറ്റ ടേക്കിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാനൊന്നും ഞാൻ മെനക്കെടാറില്ല. കാരണം പഠിപ്പിക്കുകയാണ്. അതിലെ കണ്ടന്റ് സത്യസന്ധമായി സ്പഷ്ടമായി കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. 25 വർഷത്തെ എക്സ്പീരിയൻസ് ഒരു അധ്യാപകനാണ്. അപ്പോൾ അതിനകത്ത് എനിക്ക് മറ്റൊരു പ്രശ്നങ്ങളുമില്ല. ഒറ്റ ടേക്കിൽ എടുക്കുക. അതുകൊണ്ട് എടുക്കുന്നത് ഞാൻ പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് കംപ്ലീറ്റ് എഡിറ്റ് ചെയ്ത് ഞാൻ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ നമ്മളിത് സ്റ്റുഡിയോ ഒന്നുമല്ല, ഞാൻ സാധാരണ എൻ്റെ ഒരു മൊബൈൽ ക്യാമറയിൽ എൻ്റെ വീട്ടിനുള്ളിൽ തന്നെ ഈ കൊറോണ കാലഘട്ടത്തിൽ ഒരു ട്യൂഷൻ മാസ്റ്ററായ ഞാൻ ചെയ്തൊരു ക്ലാസ് മാത്രമാണ്. സ്റ്റുഡിയോ അല്ല, എനിക്ക് ബ്ലൂടൂത്തോ മറ്റ് സിസ്റ്റങ്ങളോ ഒന്നുമില്ല. സിമ്പിൾ ആൻഡ് ഓർഡിനറി ട്യൂഷൻ മാസ്റ്റർ. അപ്പോൾ ഈ കൊറോണ കാലഘട്ടത്തിൽ എൻ്റെ കെമിസ്ട്രിയുടെ സബ്ജക്റ്റ് ആർക്കെങ്കിലും പകർന്നു കൊടുത്ത് അവർക്ക് നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കുന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് പൂച്ച പട്ടിയുടെയൊക്കെ സൗണ്ട് വരും. ബിക്കോസ് ഇറ്റ്സ് മൈ ഹോം. അവയെല്ലാം ഉണ്ടെങ്കിലേ പ്രകൃതി ഉള്ളൂ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ പഠിപ്പിക്കാൻ വരികയാണെന്ന് ഇരിക്കട്ടെ. സപ്പോസ് ഐ ആം കമ്മിങ് ടു യുവർ ഹോം. ഇതൊക്കെ അവരില്ലേ? ഇസ് എ ഡിസ്റ്റർബൻസ്. ഞാൻ പഠിപ്പിക്കാൻ വരുന്നു, അപ്പോൾ കാണാം പട്ടി കുരയ്ക്കുന്നു, കോഴി കൂവുന്നു, പക്ഷി ചിലയ്ക്കുന്നു. ഓ, എനിക്ക് സബ്ജക്റ്റ് വരുന്നില്ല എന്നൊക്കെ പറയുന്നു. നമ്മൾ അതുമായി ലയിച്ചു ചേരണം. അതാണ് പ്രകൃതി. എങ്കിലും നമുക്ക് നിലനിൽപ്പുള്ളൂ. അതാണ് നിങ്ങൾ പഠിക്കുന്ന ഇക്കോളജി. ആമേ കറക്റ്റ്. സോ അത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമാകും. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾ ഒരു കുറവായിട്ട് വിചാരിക്കുന്നില്ല. നമുക്ക് വേണ്ടത് എന്താണ്? ആക്ച്വൽ ഫാക്ട് ഇൻ കെമിസ്ട്രി. അതിൻ്റെ റിയൽ കോൺസെപ്റ്റ് എനിക്ക് വേണം. ബിക്കോസ് ഐ വാണ്ട് ടു റൈറ്റ് എക്സാം ആൻഡ് ഐ വാണ്ട് ടു ഗെറ്റ് ഗുഡ് റിസൾട്ട്, ബെസ്റ്റ് റിസൾട്ട്, ഇൻ ഓർഡർ ടു ഗോ ടു ഗുഡ് പ്രൊഫഷണൽ കോഴ്സസ്. ഗുഡ് എന്ന് പറയേണ്ട, ബെറ്റർ. ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല.
ബെറ്റർ പ്രൊഫഷണൽ കോഴ്സസ്. ബെസ്റ്റ് ആകണമെങ്കിൽ നിങ്ങളൊരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ ഇൻവെൻഷൻ ചെയ്യണം, ലോകത്തിന് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം. സോ യുവർ കോഴ്സ് ക്യാൻ ബി ബെസ്റ്റ്. അപ്പൊ നമുക്കൊരു നല്ല താരതമ്യേന ഭേദപ്പെട്ട ഒരു നല്ല കോഴ്സിന് പോകണം, എനിക്കതിന് നോളജ് വേണം, ആ ഒരു മനസ്സ് മാത്രം മതി. അല്ലാതെ എൻവയോൺമെന്റൽ സിസ്റ്റം ഒന്നും നമ്മൾ നോക്കണ്ട. നമ്മൾ ഈ എൻവയോൺമെന്റൽ സിസ്റ്റം നോക്കി നടന്നിട്ടും കാര്യങ്ങളില്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ഇന്നത്തെ കണ്ടീഷൻ വളരെ ബാഡാണ്. എന്തുകൊണ്ടാണ്? റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന ഒരു ശല്യക്കാരൻ. ആരാണ് അയാൾ? കൊറോണ അല്ലേ? അതിനുള്ള ഒരു ആർഎൻഎയുടെ ഒരു പ്രത്യേക കളിയാണ്. അപ്പം നമുക്ക് റീസെന്റ് പ്രതീക്ഷിക്കാം നമ്മുടെ രാജ്യം തന്നെ വാക്സിൻ കണ്ടുപിടിക്കട്ടെ. ആൾവേസ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അതുകൊണ്ട് ഇത്തരം സൗണ്ടുകളൊന്നും നിങ്ങൾക്കൊരു കുറവല്ലല്ലോ. യെസ് ഓർ നോ? യെസ്. ഓക്കെ. അപ്പോൾ ഇവിടെ ഹാർഡ് പറഞ്ഞു, നമ്മൾ അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നത് എവിടെയാണ്? സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഫ്ലൂറൈഡ്. അടുത്തത് ഹാർഡ് ആൻഡ് ബ്രിട്ടിൽ. സോഡിയം ക്ലോറൈഡ് ഹാർഡാ. അതങ്ങനെ സാർ ഹാർഡ്. ഞങ്ങൾ കിട്ടിയത് പൊടി ഉപ്പാ സാർ, പൊടി. അത് ഹാർഡ് എങ്ങനെയാവുന്നു? നല്ല സോഫ്റ്റ് അല്ലേ? ഞാൻ അതിൽ ഉദ്ദേശിച്ചത് കല്ലുപ്പ് എന്ന് പറയാം സാർ, വലിയ കല്ല് പൊട്ടി. അതെടുത്ത് കയ്യിലൊന്ന് വെച്ച് നല്ലപോലെ, അല്ലെങ്കിൽ കൈയുടെ പുറത്ത് വെച്ചിട്ട് ഒന്ന് കട്ടി കൊടുത്ത് അപ്പോൾ മനസ്സിലാവും ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ. ആമേ കറക്റ്റ്? സോ ഞാൻ ഉദ്ദേശിച്ചത് സ്പ്രിങ്കിൾഡ് പൗഡർ ഉപ്പല്ല, മറിച്ച് സോളിഡ് സ്റ്റേറ്റിലുള്ള വലിയ പരൽ പോലുള്ള വലിയ ഉപ്പ്, ദാറ്റ് ഈസ് സോഡിയം ക്ലോറൈഡ്. മറ്റേതിനകത്ത് അയഡൈഡ് കൂടിയുണ്ട്. ഏത് കൂടിയുണ്ട്? അയഡൈഡ് മിക്സ്ഡ് ആണ്. എന്തിനാ? ഗോയിറ്റ് ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ ചേർക്കുന്നതാണ്. അല്ലെങ്കിൽ തൊണ്ടയിൽ നീർവീക്കം എന്ന് പറയത്തില്ലേ, യുനോ, അയഡിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം. അപ്പോൾ സോഡിയം ക്ലോറൈഡ്, സിങ്ക് സൾഫൈഡ്, മെഗ്നീഷ്യം ഓക്സൈഡ്, കാൽസ്യം ഫ്ലൂറൈഡ് എന്നിങ്ങനെ പോകുന്നു. അതിന്റെ പ്രോപ്പർട്ടി നോക്കുക. ഹാർഡ്, ബ്രിട്ടിൽ. ഇൻസുലേറ്റർ ആണോ എന്ന് വെച്ചാൽ പ്യൂർ സ്റ്റേറ്റ് ആണെങ്കിൽ കടത്തിവിടത്തില്ല. If the sodium chloride, zinc sulfate, they are pure. ശുദ്ധമാണെങ്കിൽ വെള്ളമൊന്നും ചേരരുത്, ഉരുക്കരുത്. വെള്ളം ചേരുകയോ ഉരുക്കുകയോ മറ്റെന്തെങ്കിലും പൊടിപടലങ്ങൾ, മറ്റെന്തെങ്കിലും ഇൻഗ്രീഡിയൻസ് ചേരുകയോ ചെയ്താൽ കറണ്ട് കടത്തിവിടും. വാട്ടർ ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പക്ഷേ വെള്ളത്തിൽ തൊട്ടാൽ നമ്മളെ കറണ്ട് അടിക്കാറുണ്ട്. ബിക്കോസ് വാട്ടർ കണ്ടെയ്ൻ ഡിസോൾവ്ഡ് അയോൺസ്. വാട്ടറിൽ ഒരുപാട് ലേയമായിട്ടുള്ള അയണുകളുണ്ട്. അതല്ലേ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ച ഹാർഡ്നെസ്, ടെമ്പററി ഹാർഡ്നെസ്, പെർമനന്റ് ഹാർഡ്നെസ്. ഓർമ്മ വരുന്നുണ്ടോ? ഏത് ചാപ്റ്ററിലാണ് അത് പഠിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? ഏത് ചാപ്റ്ററിലാണ്? എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഇതിലാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ്. ഓക്കെ, അപ്പോൾ ഹാർഡ്, ബ്രിട്ടിൽ എന്ന് പറഞ്ഞു. പ്യുവർ ആയതിനാൽ അത് ഇലക്ട്രിക് ഇൻസുലേറ്റർ ആണ്. പക്ഷേ വെള്ളത്തിൽ കലർത്തുകയോ ഉരുക്കുകയോ ചെയ്യുകയാണെങ്കിൽ they can conduct electricity. ജലത്തിൽ കലർത്തിയാൽ ഡിസോൾവ് ചെയ്യും. ഡിസോൾവ് ചെയ്യുമ്പോൾ അയോണുകൾ സ്വതന്ത്രമാകും. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലേക്ക് ചേർക്കുമ്പോൾ Na+ അയോൺസ് ആൻഡ് Cl- അയോൺസ് ആയി മാറും. ആ അയോണുകൾക്ക് ചലന സ്വാതന്ത്ര്യമുണ്ട്. അത്തരം ഡൈനമിക് ആയിട്ടുള്ള മൂവ് ചെയ്യാൻ കഴിയുന്ന കൈനറ്റിക് സ്റ്റേറ്റിലുള്ള അത്തരം അയോണുകൾക്ക് ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ അത് മനസ്സിലായി. പ്യൂറാണ് ഞാൻ കണ്ടക്ട് ചെയ്തത്. വെള്ളത്തിൽ കലർത്തുകയോ മോൾട്ടൺ ആക്കിയാലും കണ്ടക്ട് ചെയ്യും. അത് സാർ മോൾട്ടൺ ആക്കിയാൽ NaCl ഇടയ്ക്കുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് അഥവാ കൂളംബിക് ഫോഴ്സ് അങ്ങ് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്താൽ അവ പോസിറ്റീവ് നെഗറ്റീവ് അയണുകളായി മാറും. നെക്സ്റ്റ് വൺ, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. അതാ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് സ്ട്രോങ് ആ, ഇക്കാരണത്താൽ മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആണ്. നെക്സ്റ്റ് മെറ്റാലിക് സോളിഡ്സ്. എന്താണ് മെറ്റാലിക് സോളിഡ്സ്? അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് റെഗുലറായിട്ട് ക്ലാസ്സുകൾ കിട്ടും. അതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഞാൻ ടെക്സ്റ്റ് ഗോ ത്രൂ ആണ്. NCERT പാറ്റേണിലാണ് പോകുന്നത്. അപ്പൊ NCERT പാറ്റേൺ പോകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ടെക്സ്റ്റ് നിങ്ങൾ കൂടി വായിക്കണം. ഓൺലൈൻ ക്ലാസ് ആണെന്ന് വെച്ച് സിമ്പിൾ ഹിയറിംഗ് ആൻഡ് ലിസണിംഗ് സിസ്റ്റം എന്നുള്ളതല്ല. We have to prepare and write it on the paper. Prepare well. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ടെക്സ്റ്റ് കൂടി വായിച്ച് ടെക്സ്റ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ, ടെക്സ്റ്റിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളത് ഡിസ്കസ് ചെയ്തു. അതുപോലെ മറ്റൊരു കാര്യം, അത് ഞാൻ ഇപ്പോൾ തന്നെ പറയും. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്നതിൽ
ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലെ ചില ആൻസറുകൾ കൂടി ഞാനൊന്ന് ഡിസ്കസ് ചെയ്ത് തന്നിട്ട് കൺക്ലൂഡ് ചെയ്യാം. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് മെറ്റാലിക് സോളിഡ് തൊട്ട് ഇങ്ങോട്ടേക്ക് വരാം. കാരണം നമ്മൾ ഓരോ പാർട്ട് എടുത്തു പോകുമ്പോൾ അതിന്റെ കംപ്ലീഷൻ ഉണ്ടായിരിക്കണം. എന്തുകൊണ്ടെന്നാൽ അടുത്ത ഭാഗം എടുക്കാൻ എളുപ്പമായി നമ്മുടെ മനസ്സിൽ ധാരണയുണ്ട്, ഇന്നത് തുടങ്ങി ഇന്നെടുത്ത് അതിന് ആ ഭാഗത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും സാർ ഡിസ്കസ് ചെയ്തോ. അതെന്തുകൊണ്ട് ആ ഓർഡർ ഫുൾ ആയിട്ട് കംപ്ലീറ്റ്. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത കൂട്ടത്തിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടൈം ലിമിറ്റ് കാരണം ഡിസ്കസ് ചെയ്തില്ല. അതിനുശേഷം ബാക്കിയുള്ള ചോദ്യം കൂടി ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ട് ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. അതിലെ ചോദ്യം ഇതാകും. ക്വസ്റ്റ്യൻ ദിസ് വൺ. അതായത് ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ക്രിസ്റ്റലൈൻ ഓർ അമോർഫസ് എന്നൊരു ചോദ്യമാണ്. ഈ ടെക്സ്റ്റ് ക്വസ്റ്റ്യനിലെ ആ ഭാഗങ്ങളെല്ലാം ആവും. അതുകൂടാതെ ഞാൻ ഹോം അസൈൻമെന്റ് തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിന്റെ ചോദ്യങ്ങളും പറഞ്ഞു അതിന്റെ ആൻസേഴ്സും പറഞ്ഞു തന്നാണ് വിട്ടത്. എത്ര പേർ അത് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മനസ്സാക്ഷിയെ നിർത്തി, മനസ്സാക്ഷിയെ വഞ്ചിക്കാതെ കറക്റ്റ് ആയിട്ട് പറയണം. വായിച്ചു, ഉത്തരങ്ങൾ എഴുതാൻ കഴിഞ്ഞു. കാരണം ഞാൻ ആ ചോദ്യങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിന്റെ വിശദീകരണം കൂടി ഞാൻ ആ പഠിപ്പിക്കുന്നതിന്റെ കൂട്ടത്തിൽ തന്നതുകൊണ്ട് അത് സൂചിപ്പിക്കുകയും ചെയ്തു. സൂചിപ്പിച്ച് തന്നെ പഠിപ്പിച്ചത്. കാരണം അനൈസോട്രോപ്പി അഥവാ ഐസോട്രോപ്പി അവയെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ? യെസ്. അപ്പൊ നമ്മൾ ക്ലാസ്സിലെ വിശദീകരണം വ്യക്തമായി കേട്ടിട്ട് ടെക്സ്റ്റ് വായിച്ച ശേഷം ചോദ്യങ്ങൾ എടുത്താൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഉത്തരം എഴുതാം. നിങ്ങൾ എഴുതുന്ന ഉത്തരം എന്ന് മനസ്സിൽ കാണും. ഞാൻ തരുന്ന ഉത്തരം നിങ്ങളെ നിർബന്ധിപ്പിച്ച് പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന പോലെ അതൊരു വിമിഷ്ടമായിരിക്കും, ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക്. സോ റീഡ് വെൽ, ആദ്യം ലിസൺ വെൽ, അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. അതിനുശേഷം നിങ്ങളുടെ അനാലിസിസ് നടത്തണം. മനസ്സോടെ ഒരു അപഗ്രഥനം, എങ്ങനെ, എന്തുകൊണ്ട്, ഏത് വിധത്തിൽ, എപ്പോൾ. അതിനുശേഷം ടെക്സ്റ്റ് വായിക്കണം. ടെക്സ്റ്റ് വായിച്ച ശേഷം ചോദ്യങ്ങൾ എടുക്കണം, എക്സസൈസിൽ നിന്നും ഇൻ ടെക്സ്റ്റിൽ നിന്നും. ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ എഴുതണം. എഴുതിയ ശേഷം ടെക്സ്റ്റ് ഒന്നുകൂടി വായിക്കണം. ചിലപ്പോൾ മെൽറ്റിംഗ് പോയിന്റോ ബോയിലിംഗ് പോയിന്റോ എവിടെയെങ്കിലും ഒരു ഡൗട്ട് വരും. അതാണോ ഡിസ്പേഴ്ഷൻ, ഡൈപ്പോൾ. അപ്പൊ അത്തരം ഡൗട്ടുകൾ വരുമ്പോൾ ഉടനെ ടെക്സ്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ ക്ലാസിഫൈ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ഏതൊക്കെ നോക്കാം. പോളി യൂറിത്തെയിൻ എന്ന് പറയുന്ന ഒരു ഘടകം. ഇതാണ് പോളി യൂറിത്തെയിൻ. ഈ പേര് ആദ്യമായിട്ട് പല കുട്ടികളും കേൾക്കുന്നത്. ചിലപ്പോൾ അഡ്വാൻസ് ലെവൽ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ അവർക്ക് ചോദിച്ചുകൂടായില്ല. ഇതൊരു പ്ലാസ്റ്റിക്കാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. കുഷൻ സീറ്റ് ഉണ്ടാക്കാൻ, അതായത് ആ സീറ്റൊക്കെ ഉണ്ടാക്കി നമുക്ക് ഇരിക്കാൻ നല്ല സുഖമാണ്. ഇങ്ങനെ സ്പോഞ്ച് പോലെ പോകും. പില്ലോ, സോഫ, പിന്നെ ഞങ്ങൾ ക്ലാസ് മുറികളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഡസ്റ്ററായിട്ട്. അത് ഏത് തരം പ്ലാസ്റ്റിക് ആണ്? പോളി യൂറിത്തെയിൻ. പോളി യൂറിത്തെയിൻ ക്രിസ്റ്റലൈൻ ആണോ അമോർഫസ് ആണോ എന്നാ ചോദ്യം. അമോർഫസ്. ഇത് ഈസ് പ്ലാസ്റ്റിക് അമോർഫസ് ആണ്. അപ്പോൾ ഒരു കുട്ടിക്ക് സംശയം, ചില കുട്ടികൾക്ക് അറിയാൻ ആഗ്രഹമുള്ള കുട്ടികളുണ്ട്. ഇടയ്ക്കൊന്നും ചോദിക്കാൻ ഭയങ്കര വിഷമമായിരിക്കും. ചോദിച്ചാൽ സാറിന് വിചാരിക്കും, ചോദിച്ചാൽ മറ്റു കുട്ടികളെന്ന് വിചാരിക്കും ഞാൻ വലിയ പഠിപ്പുള്ള എന്നുള്ള അങ്ങനെയൊക്കെയുള്ള കോംപ്ലക്സുള്ള കുട്ടികൾ. അതൊക്കെയൊന്നും ഒരാവശ്യമില്ല. സംശയം വന്നാൽ ചോദിക്കണം, നിങ്ങൾക്ക് അവകാശമുണ്ട്. ഉത്തരം തരേണ്ടത് ബാധ്യസ്ഥത ആർക്കാണ്? അധ്യാപകനാണ്. പോളി യൂറിത്തെയിൻ എങ്ങനെ ഇരിക്കുന്നൊക്കെയുള്ള സംശയം നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാനാണ് സാർ മുമ്പേ. കാരണം ഇത് ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് നിങ്ങൾ ചോദിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അത് കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ്. ഇതെവിടെ ഉപയോഗിക്കുന്നു, എങ്ങനെ ഇരിക്കുന്നു, എന്താണ് അതിന്റെ കളർ, ഇതൊക്കെ അറിയാൻ ആഗ്രഹം കാണും. ഈ പോളി യൂറിത്തെയിൻ എങ്ങനെ നിർമ്മിക്കാം സാർ? അടുത്ത ഡൗട്ട്. അപ്പോൾ നമുക്കത് നിർമ്മാണം ഒന്ന് കാണാം. പോളി യൂറിത്തെയിൻ നിർമ്മിക്കാൻ എടുക്കുന്നത്, ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? യെസ്. എവിടെ കണ്ടിട്ടുണ്ട്? ഫസ്റ്റ് ഇയർ ഓർഗാനിക് കെമിസ്ട്രിയിൽ ബെൻസീൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഐസോസയാനേറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഐസോസയാനേറ്റ് എഴുതുന്നത് N ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O. നൈട്രജൻ ട്രൈവാലന്റ് 1 2 3, കാർബൺ ടെട്രാവാലന്റ് 1 2 3 4, ഓക്സിജൻ ഡൈവാലന്റ്. അടുത്തത് അതുപോലെ ഇവിടെ എഴുതാം N ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O, ഐസോസയനേറ്റ്. നമ്മുടെ
ഇന്ത്യയിൽ ഒരു ദുരന്തം ഉണ്ടായിട്ടുണ്ട്. മീഥൈൽ ഐസോസയനേറ്റ്, വിഷവാതക ദുരന്തം. കേട്ടിട്ടുണ്ടോ? ഹാവ് യു ഹേർഡ്? ഭോപ്പാൽ ട്രാജഡി, ഭോപ്പാൽ വിഷവാതക ദുരന്തം. ഇതിൽ ബെൻസിന് പകരം ആരെ കൊണ്ട് ഫിറ്റ് ചെയ്താൽ മതി? മീഥൈലിനെ. മീഥൈൽ എങ്ങനെ എഴുതുന്നത്? CS3. അപ്പോൾ പേരെന്തായി തീരും? മീഥൈൽ ഐസോസയനേറ്റ്. അതിനെയാണ് മിക് എന്ന് വിശേഷിപ്പിക്കുന്നത്. വാട്ട് ഈസ് മിക്? മീഥൈൽ ഐസോസയനേറ്റ്. ഇതിന്റെ പേര് നമുക്ക് നോക്കാം. ഇയാളുടെ പേര് മെത്തിലിൻ എന്നാണ്. പെട്ടെന്ന് ഞാൻ പറയുമ്പോൾ കുട്ടികൾക്ക് ആ ഓർഗാനിക്കിന്റെ ബന്ധം ഒരു വർഷം 1-2 വർഷം 10-11 ക്ലാസ്സിൽ അത് പറയാം. CH4 മീഥൈൽ, അതെല്ലാവർക്കും അറിയാം. മീഥൈൽ CH4 മീഥൈൽ. അതിനൊരു ഹൈഡ്രജൻ കുറയ്ക്കുന്നു, മീഥൈൽ. മീഥൈൽ എന്ന വാതകം മാർഷ് ഗ്യാസ് അല്ലേ? അതിൽ നിന്നൊരു ഹൈഡ്രജൻ കുറച്ചാൽ CS3 ആയി മാറും. അപ്പോൾ CS3 മീഥൈൽ, CH4 മീഥൈൻ. അതിൽ നിന്ന് വീണ്ടും ഒരു ഹൈഡ്രജൻ കുറച്ചാൽ ഇതിന്റെ പേരാണ് മെത്തിലിൻ. പേരെന്ന് പറയും? മെത്തിലിൻ. METHYLEN. ഇവിടെ മെത്തിലിൻ നമുക്ക് ആദ്യം എഴുതാം. മെത്തിലിൻ. 2 ഫിനൈൽ ഗ്രൂപ്പ് അറിയാമല്ലോ. ബെൻസീനിൽ നിന്നൊരു ഹൈഡ്രജൻ കുറച്ചാൽ ഡൈഫിനൈൽ ഡൈ ഐസോസയാനേറ്റ്. ഇതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇതിനെ എത്തിലിൻ ഗ്ലൈക്കോൾ എന്ന് പറയുന്ന പോയിസണസ് സബ്സ്റ്റൻസ് ആണിത്. ഇത് ആന്റി ഫ്രീസ് ആയിട്ട് റേഡിയേറ്ററിൽ ഉപയോഗിക്കും. കാറുകൾ, വാഹനങ്ങളുടെയൊക്കെ റേഡിയേറ്ററിൽ ഉപയോഗിക്കുന്നത് ആന്റി ഫ്രീസർ ആണ്. ഏത്? ആന്റി ഫ്രീസിങ് ഏജന്റ് ആണ്. ഏത്? എത്തിലിൻ ഗ്ലൈക്കോൾ. ഇവയെ തമ്മിൽ പോളിമറൈസേഷൻ നടത്തി കിട്ടുന്നത്. പോളിമറൈസേഷൻ 10 തൊട്ടേ കേൾക്കുന്നതാണ്. 11-ലും കേട്ടു. ഇനി 12-ൽ നമ്മൾ കേൾക്കുവാൻ പോകുന്നു. ധാരാളം കേൾക്കാൻ പോകുന്നു. അപ്പൊ ഇവ രണ്ടും എടുത്ത് പോളിമറൈസേഷൻ നടത്തി കിട്ടുന്നതാണ് ഇത് പോളി യൂറിത്തെയിൻ എന്ന് പറയുന്നത്. പോളി യൂറിത്തെയിൻ ഈസ് എ പോളിമർ പ്രോഡക്റ്റ് ഓഫ് മെത്തിലിൻ ഡൈഫിനൈൽ ഡൈ ഐസോസയാനേറ്റ് and ethylene glycol. This is used for making soft forms. FOAMs. ഫോംസ് അറിയാമല്ലോ. മെത്തകൾ, കിടക്കകൾ, അതുപോലെ കസേരകളിലൊക്കെ ഇരിക്കാൻ എടുക്കുന്നത് ഒക്കെ ആയിട്ട് എടുക്കാം. ഓക്കെ. ഈ പോളിയൂറിത്തേൻ എന്താണ്? പോളിയൂറിത്തേൻ എന്താണ്? അമോർഫസ് സോളിഡ് ആണ്. അടുത്ത ആരാ നോക്കാം. അമോർഫസ് സോളിഡിന്റെ വിഭാഗത്തിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. നാഫ്തലിൻ. ഏതാണ്? നാഫ്തലിൻ. കേട്ടോ? നിങ്ങൾക്ക് എഴുതണം. പാറ്റ ഗുളിക, മോത്ത് ബാൾസ്. എങ്ങനെയാ ഇരിക്കുന്നത്? ഇതിന്റെ മോളിക്കുലർ സ്ട്രക്ചർ? 2 ബെൻസീൻ റിംഗ്. There are 2 benzene ring, alternate bond. Sit and exchange. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. See 10. H. ഇവിടെ H. 1, 2, 3, 4, 5, 6, 7, 8. ഈ ജോയിനിങ്ങിൽ മാത്രമില്ല. ജോയിനിങ്ങിൽ ഹൈഡ്രജൻ വന്നാൽ പിന്നെ ബോണ്ടിന്റെ ആവശ്യം വരില്ല. ഓക്കെ. സിറ്റ് ആൻഡ് എക്സ്ചേഞ്ച്. മോത്ത് ബോൾസ്, പാറ്റ ഗുളിക, മോത്ത് MOTH, മോത്ത് ബാൾസ്. അഥവാ പാറ്റ ഗുളിക എന്ന് പറയും. നാഫ്തലിൻ അത് ക്രിസ്റ്റലൈൻ ആണ്. ഏതാണ്? ക്രിസ്റ്റലൈൻ ആണ്. അടുത്തത് ബെൻസോയിക് ആസിഡ്. ഏതാണ്? ബെൻസോയിക് ആസിഡ്. അടുത്തത് ടെഫ്ലോൺ. പിന്നെ ടെക്സ്റ്റ് തന്നിരിക്കുന്നത് KNO3, പൊട്ടാസ്യം നൈട്രേറ്റ്. സെലോഫെയിൻ. ഏതാണ്? സെലോഫെയിൻ. CLLOPHANE. സെലോഫെയിൻ. പോളിവിനൈൽ ക്ലോറൈഡ്, PVC. ഫൈബർ ഗ്ലാസ്. ഇതിനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാം. ഏതൊക്കെയാണ്? ക്രിസ്റ്റൽ ഏതാണ്? അമോർഫസ് ഏതാണ്? കോപ്പർ. പോളിയൂറിത്തേൻ ഫെമിലിയർ ആയി കഴിഞ്ഞു. വാട്ട് ഈസ് ദാറ്റ്? അമോർഫസ്. അതൊരു പ്ലാസ്റ്റിക് പ്രോഡക്റ്റ് ആണ്. ആരുടെയൊക്കെയാ? പേര് മറന്നുമല്ലേ? മെത്തിലിൻ ഡൈഫിനൈൽ ഡൈഐസോസയനേറ്റ്. മെത്തിലിൻ ഡൈഫിനൈൽ ഡൈഐസോസയനേറ്റ്. പിന്നെ മറ്റൊരാൾ കൂടി ഉണ്ടല്ലോ. ആരാത്?
എത്തിലിൻ ഗ്ലൈക്കോൾ. നാഫ്തലിൻ മോത്ത്ബാൾസ്. ഈ പോളിയൂറിത്തേൻ അമോർഫസ് ആകുന്നു. നാഫ്തലിൻ ക്രിസ്റ്റലൈൻ ആകുന്നു. ബെൻസോയിക് ആസിഡ് ക്രിസ്റ്റലൈൻ ആകുന്നു. ടെഫ്ലോൺ അമോർഫസ് ആകുന്നു. സാറേ എന്താ സാറേ ടെഫ്ലോൺ? ഫസ്റ്റ് ഇയറില് നിങ്ങൾ എത്തിലിൻ എന്ന് പറയുന്ന ഒരു വിഭാഗം കേട്ടിട്ടുണ്ടല്ലേ? അതിന്റെ കൂട്ടത്തിൽ പോളിമറൈസേഷൻ വിഭാഗത്തിൽ പഠിപ്പിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞുതരാം. CF2 ഡബിൾ ബോണ്ട് CF2, ഇതിന്റെ പേര് ടെട്രാ ഫ്ലൂറോ എത്തിലിൻ. ടെട്രാ ഫ്ലൂറോ എത്തിലിനെ എണ്ണം എടുത്ത്, എന്ന് പറഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് ടെട്രാ ഫ്ലൂറോ എത്തിലിൻ എടുത്തിട്ട് പോളിമറൈസേഷൻ നടത്തുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് പോളി ടെട്രാ ഫ്ലൂറോ എത്തിലിൻ. പോളി ടെട്രാ ഫ്ലൂറോ എത്തിലിൻ. അപ്പോൾ CF2 NCF2 ഡബിൾ ബോണ്ട് CF2 N ഉദ്ദേശിക്കുന്നത് നമ്പർ ഓഫ് മോളിക്യൂൾസ് എന്നാണ്. CF2 ഡബിൾ ബോണ്ട് CF2 ടെട്രാ ഫ്ലൂറോ എത്തിലിൻ. അത് എണ്ണം പോളിമറൈസേഷൻ നടന്നപ്പോൾ കിട്ടുന്നത് പോളി ടെട്രാ ഫ്ലൂറോ എത്തിലിൻ. എണ്ണം ഇത് ഓരോന്ന് ഇൻഡിവിജ്വൽ ആണ്. CF2 ഡബിൾ ബോണ്ട് CF2 ഒരാൾ, CF2 ഡബിൾ ബോണ്ട് CF2 അടുത്ത ആൾ, CF2 ഡബിൾ ബോണ്ട്, അങ്ങനെ പോകുന്നു. ഇവരെല്ലാം കൂടെ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ CF2 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 ഇങ്ങനെ പോകും. So that is called polytetrafluoroethylene. Otherwise we can say Teflon. ഇത് എന്തിനാ ഉപയോഗിക്കുന്ന സാർ? അതെന്താണ്? അമോർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. ടെഫ്ലോൺ. അടുത്ത പൊട്ടാസ്യം നൈട്രേറ്റ് ക്രിസ്റ്റൽ. സാർ എന്തിനാണ് ഈ ടെഫ്ലോൺ ഉപയോഗിക്കുന്നത്? നോൺ സ്റ്റിക്കിംഗ് ഉട്ടൻസിൽസ്, ഒട്ടിപ്പിടിക്കാത്ത, അറിയാമല്ലോ ഇവിടെ വീടുകളിലൊക്കെ ഉണ്ട് നോൺ സ്റ്റിക്കിംഗ് ഉട്ടൻസിൽസ്. അടുത്തയാണ് സെലോഫെയിൻ. സാർ സെലോഫെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിലിം കണ്ടിട്ടുണ്ടോ? അതെ, ഫോട്ടോഗ്രാഫിക് ഫിലിം. സെല്ലുലോസ് എന്നതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്നതാണ്. സെലോഫെയിൻ അമോർഫസ് ആകും. PVC ടൈപ്പ് പോളി വിനൈൽ ക്ലോറൈഡ്. വിനൈൽ ക്ലോറൈഡിനെ പോളിമറൈസേഷൻ നടത്തി കിട്ടുന്നതാണ് പോളി വിനൈൽ ക്ലോറൈഡ്. ഇദ്ദേഹമാണ് വിനൈൽ ക്ലോറൈഡ്. അത് എണ്ണം എടുക്കുന്നു. They undergo polymerization and we will get the product CH2 CHCl. ഇത് എണ്ണം ചേർക്കും. Or we can write like this. Cl കൊടുക്കുന്നു, ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇതാണ്. So vinyl chloride undergo polymerization produce polyvinyl chloride. അടുത്ത ഫൈബർ ഗ്ലാസ്. ഇത് ഏതാണ്? അമോർഫസ്. ഫൈബർഗ്ലാസ് അമോർഫസ്. കോപ്പർ ക്രിസ്റ്റലൈൻ. സോ ചോദ്യം ഇങ്ങനെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആയിരുന്നു. അപ്പോൾ അതിന് മുൻപ് വരെയുള്ള ചോദ്യങ്ങൾ സാറ് തന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോയി. ഈ ചോദ്യം ഇതാണ്: ക്ലാസിഫൈ ദി ഫോളോയിങ് ആസ് ക്രിസ്റ്റലൈൻ ഓർ അമോർഫസ്. പോളിയൂറിത്തൈൻ അമോർഫസ്, നാഫ്തലിൻ ക്രിസ്റ്റലൈൻ, ബെൻസോയിക് ആസിഡ് ക്രിസ്റ്റലൈൻ, ടെഫ്ലോൺ അമോർഫസ്, potassium nitrate crystalline, cellophane amorphous, polyvinyl chloride amorphous, fiberglass amorphous, copper crystalline. Okay, that's all dear my students. So today നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇന്ന് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ വീട്ടിൽ പോയി ടെക്സ്റ്റ് വായിക്കുക. ടാബുലർ ബോക്സ് നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ ഞാൻ എങ്ങനെയാണോ ചോദ്യങ്ങൾ തയ്യാറാക്കിയത്, ഞാൻ എങ്ങനെയാണോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്, അത് നിങ്ങളുടെ മനസാക്ഷിയുമായിട്ട് നിങ്ങൾ സംവാദം നടത്തണം. അതിൽ നിന്നും കിട്ടുന്ന പോയിന്റുകൾ നിങ്ങളുടെ മനസ്സിൽ കിടക്കും. ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാം. ആദ്യം നിങ്ങൾ കുറെ സെൽഫ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം. അതിനൊക്കെ നിങ്ങൾ ആൻസർ കണ്ടെത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ കോൺഫിഡൻസ് വർദ്ധിക്കും. എന്നിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് നോക്കുക, അതിൻ്റെ ആൻസർ സോൾവ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഡിയർ മൈ സ്റ്റുഡൻസ്.